അയാളെ കൊണ്ടുള്ള ഉപദ്രവമില്ലാതിരിക്കാനാണ്. ഈ മൂന്നാല് ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആളുകളെ പൊക്കാൻ തയ്യാറാണെങ്കിൽ അല്ലാഹ് പറയുന്നു അൽഹംദുലില്ലാഹ്. നിങ്ങൾ അൽഹംദുലില്ലാഹ് പറയണം, അല്ലാഹുവിനെ പുകഴ്ത്തണം. എന്തുകൊണ്ടാണ് അല്ലാഹുവിനെ പുകഴ്ത്തുന്നത്? റബ്ബിൽ ആലമീൻ, സർവലോകർക്കും ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ്, വെള്ളം നൽകുന്നത് അല്ലാഹുവാണ്, വായു നൽകുന്നത് അല്ലാഹുവാണ് എന്ന് വെക്കുമ്പോൾ അല്ലാഹു പുകഴ്ത്തപ്പെടാൻ അർഹനാണ്. അല്ലേ എന്റെ അർത്ഥം? ഈ ലോകത്തിനൊക്കെ വെള്ളവും വായുവും വെളിച്ചവും കൊടുക്കുന്ന റബ്ബിനെ അല്ലാതെ പിന്നെ ആരെയാ പുകഴ്ത്തുക? അർഹനാണ് അല്ലാഹു പുകഴ്ത്താൻ. നമ്മളെ റബ്ബാണവൻ, റബ്ബിൽ ആലമീൻ. ഇനി പൊക്കി പറഞ്ഞിട്ട് വല്ലതും കിട്ടുമോ? അർഹനാണ്. ഇനി വസൂലാക്കൽ ലക്ഷ്യത്തിൽ ഒരാളെ പുകഴ്ത്തുമെന്ന് പറഞ്ഞു, അർഹനാണെന്നതോടുകൂടെ അള്ളാഹുവിൽ മൂന്നും മേളിക്കാണ്. നോക്കിക്കോളൂ, പൊക്കി പറഞ്ഞാൽ വല്ലതും കൊടുക്കുന്ന ശീലക്കാരനാണോ അല്ലാഹു? അർ-റഹ്മാനിർ റഹീം. അല്ലാഹ് പിശുക്കനല്ല, അല്ലാഹ് പിശുക്കനല്ല, അല്ലാഹു ഉദാരനാണ്. അർ-റഹ്മാനിർ റഹീം. ദുന്യാവിലും കൊടുക്കുന്ന ആൾ ആഖിറത്തിലും കൊടുക്കും. ഇവിടെയും ചോദിച്ചോ അവിടെയും ചോദിച്ചോ, എവിടൊക്കെ ചോദിച്ചാലും എല്ലായിടത്തും കൊടുക്കുന്നവനാണ് അവനാണ്. കൊടുത്തിട്ട് മടുക്കാത്തവനാണ് റബ്ബ് അർ-റഹ്മാനിർ റഹീം. അപ്പൊ വസൂലാക്കൽ ലക്ഷ്യത്തില് വല്ലതും കിട്ടുമെന്ന് കരുതിയിട്ട് അള്ളാഹിനെ പൊക്കി പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടായിട്ട് വല്ലതും കിട്ടുമോ? കിട്ടും, ധാരാളം കിട്ടും. അപ്പൊ വസൂലാക്കൽ ലക്ഷ്യത്തിൽ നിങ്ങൾ ഒരാളെ പൊക്കുന്നുണ്ടെങ്കിൽ ആദ്യം പൊക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അപ്പൊ രണ്ടും ഉണ്ട്. ഇനി മൂന്നാമത്തേത് എന്താ? പേടിച്ചിട്ട് പുകഴ്ത്തുക. അല്ലേ? ഷർറ് ഭയന്നിട്ട് അയാളുടെ ഭാഗത്ത് നിന്നുള്ള ഷർറ് ഭയന്നിട്ട് അയാളെ പൊക്കി പറയാന്ന് മനുഷ്യനെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ പൊക്കി പറയാൻ നിർബന്ധമുള്ളവനല്ലേ പടച്ച റബ്ബ്? എന്തേ കാരണം? അതുകൊണ്ടാണ് അടുത്ത ആയത്ത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമയാണവൻ. അർഹതയുടെ പേരിൽ നിനക്ക് പൊക്കാൻ സൗകര്യമില്ലേ? വസൂലാക്കൽ ലക്ഷ്യത്തില് നിനക്ക് പൊക്കാൻ സൗകര്യമില്ലേ? എങ്കില് മാലിക് യൗമിദ്ദീൻ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇത് പറയാൻ നീ മടിക്കുകയാണെങ്കിൽ, പടച്ചോനെ പൊക്കി പറയാൻ നിനക്കാവൂലെങ്കിൽ വാ പരലോകത്ത് നിന്ന് അവിടുന്ന് കാണിച്ചു തരാം. അതാ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞത്. പ്രതിഫല നാളിന്റെ ഉടമയാണ് അല്ലാഹു. ശക്തമായ നരകം അല്ലാഹു കാക്കട്ടെ. ആ നരക ശിക്ഷ ഭയന്നുകൊണ്ട്, പ്രതിഫല നാളിന്റെ ഉടമയായ പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ പൊക്കി പറയാൻ തയ്യാറാവണം. സൂറത്തുൽ ഫാത്തിഹയിലെ ഈ അൽഹംദുലില്ലാഹ് എന്നങ്ങ് പറഞ്ഞതിന്റെ തൊട്ടുപിറകിലെ 3 വചനങ്ങൾ നോക്കൂ നിങ്ങൾ. റബ്ബിൽ ആലമീൻ, അർഹതയിലേക്ക് സൂചന. അർ-റഹ്മാനിർ റഹീം, ഉദാരതയിലേക്ക് സൂചന. അല്ലാഹു വലിയ ഉദാരനാണ്. അത് കഴിഞ്ഞാല് മാലിക് യൗമിദ്ദീൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ശിക്ഷയെ ഭയന്നിട്ട് നിങ്ങൾ ആരെയെങ്കിലും പൊക്കുകയാണെങ്കിൽ അല്ലാഹനെയാ പൊക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ 3-1 തന്നെ ഒരാളെ പൊക്കി അയാളുടെ മൂടും താങ്ങി നടക്കുമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ 3 കൂടെ മേളിക്കുമ്പോ അല്ലാഹുവിനെ നാം എത്രത്തോളം ബഹുമാനിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. ഇവിടെ ശരിക്കിതൊക്കെ ബോധ്യപ്പെടണമെങ്കിൽ ഇന്നലെ നമ്മൾ അള്ളാന്റെ റഹ്മത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നരകം വേണ്ടതുപോലെ പറഞ്ഞിട്ടില്ല. സമയം കിട്ടൂല, ഞാൻ അടുത്തതിലേക്ക് കടക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു, പടച്ചവനെ നിനക്കു മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, ആരാധന എന്ന അർത്ഥത്തിൽ അതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്ന സഹായാർത്ഥന നിന്നോട് മാത്രമാണ് അല്ലാഹ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇപ്പൊ ഫാത്തിഹ സൂറത്ത് മറ്റുള്ളതിന്റെ ഒന്നും അർത്ഥം അറിയില്ലെങ്കിലും ഈ ആയത്തിന്റെ അർത്ഥം പലർക്കും ചിലപ്പോൾ അറിയാൻ സാധ്യത ഉണ്ട്. എങ്ങനെ? കവലതോറും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വചനമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എല്ലാ കവലകളിലും ഇതിന്റെ വിശദീകരണം. എന്ത്
മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല, മുത്തുനബിയെ വിളിക്കാൻ പാടില്ല, അത് അപകടമാണ്, ഇത് അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാവലതോറും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഹാന്മാരിൽ നിന്ന് മനുഷ്യരുടെ കൽബകറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നവര് തിരിച്ചറിയണം. അവരെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെങ്കിൽ ലോകത്തേതെങ്കിലും ഒരു മുഫസ്സിർ അത് രേഖപ്പെടുത്തണ്ടേ? ഞാൻ പറയുന്ന ആധികാരികമായ തഫ്സീർ ഗ്രന്ഥങ്ങൾ ഇന്ന് നമ്മളെ നാട്ടിൽ ആരോ ഒക്കെ മലയാള ബുക്കുകളിൽ ഈ ആയത്ത് കൊടുത്ത് അതിന്റെ ദുർവ്യാഖ്യാനം നടത്തിയതുപോലെ ഏതെങ്കിലുമൊക്കെ ഇക്കാലത്ത് ജീവിക്കുന്ന ആളുകൾ എഴുതിയ പുസ്തകങ്ങളെ കുറിച്ചല്ല ചർച്ച, അത്തരം സംഗതികളെ കുറിച്ചല്ല. മറിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ കാല നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഇമാമുമാരെഴുതി വെച്ച ഒരു കിതാബിൽ, രണ്ടാമത്തത് വേണ്ട, ഒരു കിതാബിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തെടുത്തിട്ട് തവസ്സുലും ഇസ്തിഗാഥയും പാടില്ല ഒരു ഇമാമും പറയായിരുന്നു. അവർക്ക് തവസ്സുൽ എന്താണെന്നും ഇസ്തിഗാഥ എന്താണെന്നും മര്യാദക്ക് മനസ്സിലായതുകൊണ്ടായിരുന്നു. അത് ശിർക്കല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടായിരുന്നു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിന്റെ യഥാർത്ഥ അർത്ഥം അറിയാതെ പോയി സമൂഹത്തിന്. എന്താ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ? അപ്പൊ പറയല്ല, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ശരി, നിന്നോട് മാത്രം സഹായം തേടുന്നു, ശരി. ആരാധന എന്ന അർത്ഥത്തിലുള്ള സഹായ തേട്ടങ്ങളൊക്കെ അള്ളാഹുവിനോട് തന്നെയാണ്. ദുആ എന്ന് പറയുന്ന ആരാധന എന്ന അർത്ഥത്തിലുള്ള ദുആകളൊക്കെ നമ്മൾ നടത്തുന്നത് അള്ളാഹുവിനോടാണ്. ആരാത് വേറൊരാളോട് നടത്തുന്നത്? അപ്പൊ പറയൂ, അത് നിങ്ങൾ കൂട്ടിക്കൊടുത്തതല്ലേ, അവിടെ സഹായാർത്ഥന എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ പിന്നെ ഒരു കൂട്ടിക്കൊടുപ്പിനും ഒരാളും തയ്യാറാവരുത്. അവരോട് അർത്ഥം വെപ്പിക്കണം. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ശരി. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആരോടും ചെറുതും വലുതുമായ ഒരു സഹായവും ചോദിക്കരുത്. കഞ്ഞിയെടുക്കാൻ പറയരുത്, ഭാര്യയോട് ചോറെടുക്കാൻ പറയരുത്, കഞ്ഞിയെടുക്കാൻ പറയരുത്, കട്ടൻ ചായ കൊണ്ടുവരാൻ പറയരുത്, 10 റുപ്യക്ക് കുടുങ്ങിയാ മറ്റൊരാളോട് ചോദിക്കരുത്, ഒന്നും പറ്റൂല. അപ്പൊ പറയല്ല, അത് പറ്റുന്ന നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ആ ചിന്തിക്കലാ മറ്റോടത്ത് ചിന്തിച്ചത്. ഇത് നിങ്ങൾക്ക് ചിന്തിച്ചപ്പോ മനസ്സിലായത് എന്തുകൊണ്ട്? വിശ്വാസപരമായി അതിൽ അപകടമില്ല എന്ന് മനസ്സിലായത് കൊണ്ടല്ലേ? എന്നതുപോലെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് മഹാന്മാര് മുഴുവനും തവസ്സുലും ഇസ്തിഗാഥയും നടത്തിയവരാണ്. അവര് മഹാന്മാരോട് കാര്യങ്ങൾ പറഞ്ഞവരാണ്. അപ്പോൾ അത് ദുആ അല്ല, അത് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റിയ, ആരാധന എന്ന് പറയാൻ പറ്റുന്ന പ്രാർത്ഥനയല്ല. അത് കേവലം സഹായ തേട്ടങ്ങളാണ്. സഹായന്മാരോടും ചോദിക്കാവുന്നതാണ്. ചെറിയവരോട് ചെറിയ സഹായങ്ങൾ ചോദിക്കാം, വലിയവരോട് വലിയ സഹായങ്ങൾ ചോദിക്കാം. എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, അല്ലെ? വയറ്റിന്റെ ഉള്ളിൽ മുഴയുള്ള ഒരാളോട് ഒരു ആള് എന്നോട് വന്നിട്ട് പറയണം, ഉസ്താദേ എന്റെ വയറ്റിന്റെ ഉള്ളിൽ ഒരു മുഴയുണ്ടോന്ന് ഓപ്പറേഷൻ ചെയ്തു തരണം. അത് എന്നോടല്ല ചോദിക്കേണ്ടത്, ഡോക്ടറോടാ ചോദിക്കേണ്ടത്. എനിക്ക് അത് സാധാരണ എന്റെ കഴിവിൽപ്പെട്ടതല്ല. അതേസമയം ഡോക്ടർക്ക് അതിന് കഴിയും. എന്നതുപോലെ സാധാരണക്കാരനോട് ചോദിക്കുന്ന ചോദ്യമല്ല അസാധാരണക്കാരോട് ചോദിക്കുക. അവർക്കിണങ്ങിയത് ചോദിക്കും, സ്വാഭാവികമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തിട്ടില്ലേ? എന്തിനാണ് ഇതിൽ ബഹളമുണ്ടാക്കുന്നത്? ഈ വിഷയത്തിൽ ബഹളമുണ്ടാക്കേണ്ട കാര്യം എന്തുണ്ട്? ഏതാവട്ടെ, അത് ഒരു അർത്ഥമില്ലാത്ത വിഷയമാണ്. കാരണം ലോകത്തിത്രയധികം തഫ്സീറുകൾ, അല്ലെ, എത്രയോ വാള്യങ്ങളുള്ള നൂറുകണക്കിന് തഫ്സീറുകൾ ലോകത്തിന്ന് ലഭ്യമാണെങ്കിൽ ഒരൊറ്റ മുഫസ്സിറും ഇങ്ങനെ ഒരു അഭിപ്രായം പറയാത്തത് കൊണ്ട് തന്നെ ആവശ്യമില്ലാത്തിടത്ത് സമയം കളയണ്ട. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമൊന്ന് പറയാ. അതെന്താ? അവിടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അത് ഇമാം ബൈളാവി തങ്ങൾ വിശദീകരിക്കുന്നു. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുക, ഇയ്യാക നഅ്ബുദു, പടച്ചവനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന കാരണം കൊണ്ട് പടച്ചവനെ നീ തന്നെ സഹായിക്കണം ഞങ്ങളെ. ഇതാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അതാ സത്യത്തിൽ ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ടത് സമൂഹത്തിന്. മുഫസ്സിറുകളൊക്കെ പറഞ്ഞ അർത്ഥം എന്തേ?
അൽ ഇബാദത്തു വസീലത്തുൽ ലിൽ ഇസ്തിആന. ഇതാണ് ഈ ആയത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബാദത്ത് ഇസ്തിആനത്തിനുള്ള മാധ്യമമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. ഇന്നിപ്പോ മേറാജ് രാവാ, ആ മേറാജ് രാവിൽ ദുആരക്കാൻ മാത്രം പഠിച്ചൊരു വിഭാഗമാണല്ലോ നമ്മള്. ദുആരക്ക എന്തിനും ദുആ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആരക്കണ്ടെന്നല്ല, ദുആരക്കണം. പക്ഷേ ആ ദുആഇന്റെ മുമ്പിൽ ഒരു ഇബാദത്ത് സമർപ്പിച്ചിട്ട് ദുആരക്ക. ഇബാദത്ത് ദുആ സ്വീകരിക്കാൻ ഒരു വസീലയാണ്, ഒരു മാധ്യമമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ആദ്യം ഇയ്യാക നഅ്ബുദു, പടച്ചവനെ ഞങ്ങൾ നിനക്ക് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത്. നിസ്കാരവും നോമ്പും ഖുർആനോത്തും ഒക്കെ നടത്തുന്നത് നിനക്ക് വേണ്ടിയാണ്. അങ്ങനെ നിന്നെ അനുസരിക്കുന്ന, നിന്റെ മുമ്പിൽ കൊച്ചാകുന്ന ഞങ്ങൾക്ക് രോഗമുണ്ടത് സുഖമാക്കി തരണം, കടമുണ്ടത് വീട്ടി തരണം, പ്രയാസങ്ങളുണ്ടത് ദൂരീകരിക്കണം, പാപങ്ങളുണ്ടത് പുറത്തു തരണം. അല്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇന്ന് മിഅ്റാജിന്റെ രാവിലെ കലങ്ങിയ കൽബുമായി ദുആ ചെയ്യാൻ പോകുന്ന മുഅ്മിനീങ്ങളോട്, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പടച്ചോ നിങ്ങളെ ദുആ കേൾക്കണോ? ഉമ്മമാരെ, പടച്ചോ നിങ്ങളെ ദുആ കേൾക്കണം എന്നുള്ള പൂതിയുണ്ടോ? എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും ഒന്നടങ്കം ഞാൻ പറയുന്നു, നല്ല ഒരു മാർഗമുണ്ട്. എന്താണെന്നറിയോ? നല്ല ഇഖ്ലാസ് ഉള്ള ഒരു ഇബാദത്ത് മുന്നിൽ വെക്ക്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്നിട്ട് പടച്ചവനോട് ദുആരക്ക്. ഇതാണത്രേ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്ത് പഠിപ്പിക്കുന്ന സത്യമായ ആശയം. എന്നിട്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കാതെ ലോകത്തിന് വളഞ്ഞ ആശയങ്ങൾ പഠിപ്പിക്കരുത്. അതാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്തു ചെയ്യണം? നമ്മള് ഒരു പ്രശ്നമുണ്ട്, എന്റെ ഉമ്മ നിങ്ങളെ കുട്ടിക്ക് രോഗാണ്. ശരി ഉസ്താദേ, ലക്ഷക്കണക്കിന് രൂപ കടത്തിൽ കുടുങ്ങി, പൊരപ്പണി തീരുന്നില്ല, ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന പൊരപ്പണി തീർന്നു കിട്ടുന്നില്ല, കടത്തിൽ കുടുങ്ങി, എന്നും ഹോസ്പിറ്റൽ കേസുകളാണ്, എന്റെ ഉമ്മ രോഗിയായി കിടക്കുന്ന എത്രയോ മാസമായി, സങ്കടങ്ങൾ ഇങ്ങനെ പറയും. ഞാൻ ചോദിക്കട്ടെ, ഈ രോഗങ്ങൾ, ഈ പ്രതിസന്ധികളൊക്കെ തീർന്നു കിട്ടാൻ പടച്ചോനോട് ദ്വാരക്കുകയും ദ്വാരപ്പിക്കുകയും ചെയ്ത നിങ്ങൾ ഈ വകയിൽ നിങ്ങൾ എന്തു ചെയ്തു? അതാ ചോദ്യം. എന്തെങ്കിലും ഒരു ഇബാദത്ത്, ഒരു 100 സ്വലാത്ത്, എന്റെ കടം വീടാനുണ്ട്, ഒരു 100 സ്വലാത്ത് ആത്മാർത്ഥമായി മുത്തുനബിയെ സ്നേഹിച്ചങ്ങ് ചൊല്ലിയിട്ട് പറയൂ സഹോദര, കൈപൊക്കിയിട്ട് ഞാൻ 100 സ്വലാത്ത് നിന്റെ ഹബീബിന് ചൊല്ലിയിട്ടുണ്ട്, അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ രോഗം സുഖപ്പെടുത്തണം, എന്റെ കടം വീട്ടണം, അല്ലാഹ് സ്വീകരിക്കും. ഇതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഹബീബായ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. മുത്തുനബി പഠിപ്പിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളായ ആളുകളുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ഉമ്മത്തിലെ 3 ആളുകളുടെ കഥ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഞാൻ ഇതിനോട് ഇതൊന്ന് കൂട്ടി വായിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? 2-3 കൂട്ടുകാരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു മാളത്തിനകത്ത്, ഒരു ഗുഹക്കകത്ത് കയറിയിരിക്കുന്നു. മഴ പെയ്തപ്പം മലയുടെ മുകളിൽ നിന്ന് മണ്ണിടിച്ചിൽ വരുന്നു, ഉരുൾപൊട്ട് വരുന്നു, വലിയ ഒരു പാറ വന്നിട്ട് ഇവരുടെ ഗുഹാമുഖത്തങ്ങ് അടഞ്ഞു. ഇവര് കിടക്കുന്ന ഗുഹക്ക് ഉള്ളിൽ ഇവർ പെട്ടു. ഗുഹാമുഖത്ത് കല്ലങ്ങടഞ്ഞു. ഇവര് 3 പേരും കൂടെ കൂടിയിട്ട് തള്ളി നോക്കി, അനങ്ങുന്നില്ല, രക്ഷപ്പെടൂല, പുറത്തേക്ക് വിളിക്കാൻ ഒരു മാർഗവുമില്ല. നേപ്പാളിൽ ഭൂമി കുലുങ്ങിയപ്പോ ഒരു സഹോദരൻ രക്ഷപ്പെട്ടത് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? എങ്ങനെയാ ജീവിച്ചത്? അദ്ദേഹം പറയാണ്, ഞാൻ കുറെ ശബ്ദിച്ചു നോക്കുന്നുണ്ട്, പുറത്തേക്ക് കേൾക്കുന്നില്ല, എന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ട്? പുറത്തു നിന്നൊരു ഒച്ചയും ഞാൻ അകത്തേക്ക് കേൾക്കുന്നില്ല. കാരണം എത്രയോ നിലകളുള്ള ബിൽഡിങ്ങുകൾ തകർന്നു കിടക്കുകയാണ്, ഒന്നും അറിയൂല, ഒരു വിവരവും അറിയില്ല. എങ്ങനെയാ ഈ 4 ദിവസം നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ജീവൻ പിടിച്ചു നിന്നത്? സ്ലാബ് ഇയാളുടെ ശരീരത്തിലേക്ക് അമർന്നിട്ടില്ല, അതുകൊണ്ട് ജീവന് കുഴപ്പം പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ മൂത്രം കുടിച്ചിട്ടാണ് ജീവിച്ചത്. നിങ്ങൾ പത്രത്തിൽ വായിച്ചു.
ഞാൻ വായിച്ചു, നിങ്ങൾ വായിച്ചു. ഞാൻ വായിച്ചപ്പോ അങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ മൂത്രം കുടിക്കണമെങ്കിലും ഇത് 2 വട്ടം മൂത്രം ഒഴിച്ചാൽ കുടിച്ചാൽ കഴിയൂലേ, പിന്നെ ഇത് ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ. ഏതായാലും എന്തോ അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് മൂത്രം കിട്ടി. ആ മൂത്രം കുടിച്ചിട്ടാണ് ജീവൻ നിലനിർത്തിയത് എന്ന് ആ സഹോദരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇങ്ങനെ ഒരു കുടുക്കിൽ കുടുങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആ മനുഷ്യൻ എത്രയോ തവണ അയാൾ മോഹിച്ചിട്ടുണ്ടാകും, പടച്ചോനെ ഇതിങ്ങോട്ട് അമർന്ന് മരിച്ചിരുന്നെങ്കിൽ ഇത്ര ഇടങ്ങറില്ലായിരുന്നു അല്ലേ. കാരണം എപ്പോ ഇനിയിപ്പോ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് ഇയാളിപ്പോ രക്ഷപ്പെട്ടു, പേടുന്ന് പറയാൻ പറ്റും. കാരണം ഇങ്ങനെ ഒരാൾ ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് അറിയാതല്ലേ ഇത് പിടിക്കുന്നത്. ഇത് മുകളിലുള്ള സ്ലാബ് പിടിക്കുന്നത്, അത് മുകളിലേക്ക് അങ്ങ് അമർന്നു കഴിഞ്ഞാൽ സംഗതി കഴിഞ്ഞു. ഏതായാലും അദ്ദേഹം രക്ഷപ്പെട്ടു. വലിയ രക്ഷപ്പെട്ടതാ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഈ മാളത്തിനകത്ത് കുടുങ്ങിയ ഇവരുടെ സ്ഥിതി തന്നെ. പുറത്തേക്ക് വിളിച്ചിട്ട് കേൾക്കില്ല, അകത്തേക്കും കേൾക്കില്ല. ഇനി എന്താ ചെയ്യാം? ഫോണും സംവിധാനവും ഒന്നുമില്ല ഒന്ന് വിളിച്ചു പറയാൻ, ഞങ്ങൾ ഇന്ന ഗുഹയിൽ കുടുങ്ങിയിട്ടുണ്ട് അല്ലേ, ഇന്ന് വിളിച്ചു പറയാം, അല്ലെ വാട്സപ്പിൽ അയക്കാം, നമ്മുടെ കുടുങ്ങിയിട്ടുണ്ട്, വന്ന് രക്ഷിക്കണം, എന്ന സ്ഥലത്താണുള്ളത് അല്ലേ. ഒരു നിർവാഹമില്ല, അന്ന് കുടുങ്ങി. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. അപ്പൊ ഇവര് പരസ്പരം ഇങ്ങനെ പങ്കുവെക്കുക. ഉള്ളില് നല്ല വിശാലമായ ഗുഹയാണ്, വർത്താനം പറയാനും സുറച്ചിരിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. ഇവര് പറഞ്ഞു, എടാ ഇതിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ പടച്ചോൻ തന്നെ കരുതണം. അതിനെന്താ മാർഗം എന്നറിയോ? നമ്മളെ ജീവിതത്തിൽ നാം ചെയ്ത നിഷ്കളങ്കമായ അമല്. ഏതൊരു മനുഷ്യനും ഉണ്ടാവും വളരെ ആത്മാർത്ഥമായി ചെയ്ത ഒരു അമല്. ആലോചിച്ച് നോക്കിയാല് കുറെ കാണും. ആ കൂട്ടത്തിൽ ഏറ്റവും ആത്മാർത്ഥമായ അമല് പറയണം. ആ അമല് ഇങ്ങോട്ട് പറഞ്ഞാൽ അത് തവസ്സുലാക്കിയിട്ട് നമ്മളാണ് ദ്വാരന്ന നമ്മൾ രക്ഷപ്പെടും. അത് മുന്നിൽ വെച്ചിട്ട് പടച്ചോനോടൊന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെയാണ് ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത്, പടച്ചോനെ എനിക്ക് വളരെ പ്രായം ചെന്ന ഒരു വാപ്പയും ഉമ്മയുണ്ടായിരുന്നു. ഞാൻ ആ വാപ്പാന്റെയും ഉമ്മാന്റെയും കാര്യം വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. എന്റെ മക്കളെക്കാൾ, എന്റെ കെട്ടിയോളെക്കാൾ, കുട്ടികളെക്കാളൊക്കെ ഞാൻ സ്ഥാനം കൊടുത്തിരുന്നത് എന്റെ ഉമ്മാക്കും ഉപ്പാക്കുമാണ്. ഒരു ദിവസം ഞാൻ ആടുമേച്ച് വരുമ്പോൾ വൈകിയിട്ടുണ്ട്, ഇരുട്ടിയിട്ടുണ്ട്. ഞാൻ വന്നപ്പോ എന്റെ വാപ്പയും ഉമ്മയും കിടന്നുറങ്ങിയിരിക്കുന്നു, പ്രായമായ. സാധാരണ എന്റെ പതിവ് വന്നാൽ ഉടനെ പാല് കറക്കും, ആടുകളെ കൊണ്ടുവന്നാൽ പാല് കറക്കും, ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കും, എന്നിട്ടേ കുട്ടിയെ കൊടുക്കുള്ളൂ. അന്ന് ഇവരെ ഉറങ്ങിയതുകൊണ്ട് പാലൊക്കെ കറന്നു വന്നപ്പോഴേക്കും ഉറങ്ങിയപ്പോ അവരെ തലക്കമ്പുറത്ത് ഇങ്ങനെ ഇരുന്നു. ഇയാള് ഗുഹന്റെ അകത്തുനിന്ന് പറയാം, അല്ലാഹുവേ അന്ന് എന്റെ ചോര പൈതല്, എന്റെ ചെറിയ പിറക്കമുറ്റാത്ത മക്കള് പടച്ചോനെ എന്റെ കാൽക്കൽ കിടന്ന് അവര് കരയുന്നുണ്ടായിരുന്നു. ഉപ്പാ പാല് വേണമെന്ന് പറഞ്ഞു, ഉമ്മാക്കും പാപ്പാക്കും കൊടുത്തിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവരുണരുന്നത് വരെ കാത്തിരുന്നു. അർദ്ധരാത്രിയിൽ അവരുണരുന്നു, അവർക്ക് പാല് കൊടുത്തു. മക്കളെ ഞാന് വിളിച്ചുണർത്തിയിട്ട് അവർക്കും പാല് കൊടുത്തു. പടച്ചോനെ അന്ന് ഞാനാ ചെയ്തത് നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണെങ്കിൽ, എന്റെ വാപ്പാനും ഉമ്മാനും ഞാൻ ഇങ്ങനെ ഖിദ്മ ചെയ്ത് സേവിച്ചത് നിന്റെ പൊരുത്തം കരുതിക്കൊണ്ട് മാത്രമാണെങ്കിൽ, അല്ലാഹ് ഞങ്ങൾ ഈ അകപ്പെട്ടിരിക്കുന്ന ദുരന്തത്തിൽ നിന്ന് ഒരു ചെറിയ മോചനം, ഫഫ്റുജ് അന്നാ യാ അല്ലാഹ്, അല്ലാഹുവിനോട് പറഞ്ഞു ഒരു മോചനം വേണം. അപ്പൊ ഈ കല്ല് ഒരൽപ്പം നീങ്ങിന. ഇപ്പൊ പുറത്തേക്ക് ഇങ്ങനെ കാണാം, പക്ഷെ കുറെ കൈയിട്ട് നോക്കി കാലിട്ട് നോക്കി ഇതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ അല്ലെ. പുറത്താരെയും വേണ്ടേ, ഒരു മലന്റെ മുകളിലാ കുടുങ്ങിക്കിടക്കുന്നത്, ആരറിയാൻ. പോരാൻ പുറത്തേക്ക് ചാടാനായിട്ടില്ല, എന്നാ ഇത് ഇളകോ, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ചങ്ങ് നീങ്ങി കിട്ടിയാ പടച്ചോൻ നീക്കിയതാ, ഇനി ഒരനക്കം നീങ്ങൂല. അപ്പൊ രണ്ടാമത്തെ ആള് മൂപ്പരുടെ ഓർമ്മയിലേക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കി, എന്താ അപ്പൊ പറയാൻ എന്റെ ജീവിതത്തിൽ. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഓർമ്മ വന്നത്, അയാൾ അദ്ദേഹത്തിന്റെ ഒരെളാപ്പയുടെ മകളെ പ്രണയിച്ചു പോയ ആ ബാല്യകാല ഓർമ്മയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പകാലത്തുള്ള ഓർമ്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക്, അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം പറഞ്ഞു, പടച്ചോനെ ഞാൻ എന്റെ എളാപ്പയുടെ സുന്ദരിയായ മോളെ ഞാൻ അല്പം അധികമായി സ്നേഹിച്ചു പോയി. ഞാൻ അവളുടെ ശരീരം കീഴ്പ്പെടുത്തണമെന്ന് ദാഹിച്ചുപോയി, മോഹിച്ചുപോയി. പക്ഷെ അവൾ അതിന് തടസ്സം നിന്നു. പലപ്പോഴും ഞാന് വേണ്ടാത്തരത്തിന് ആവശ്യപ്പെട്ടിട്ട് ബോധമുള്ള എന്റെ
എളാപ്പയുടെ മകൾ അത് വിസമ്മതിച്ചു. കുറെ കാത്തു, അവള് വിസമ്മതിച്ചു തന്നെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക ടൈറ്റ് അവളിൽ വന്നിറങ്ങിയത്. അവള് പണക്കാരനായ എന്റെ അടുത്ത് വന്നു, ഇക്കാക്ക എനിക്ക് കുറച്ച് പണം കാശ് തരണം, വായ്പ തരണം. ഞാൻ പറഞ്ഞു, വായ്പയല്ല, നിനക്ക് ഫ്രീ ആയിട്ട് തന്നെ തരാം. പക്ഷെ കാലങ്ങളായി ഞാൻ നിന്നോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടാവൃത്തിക്ക് നീ അനുസരിക്കണം. റസൂലുള്ള പറഞ്ഞു, ഖാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ. ദാരിദ്ര്യത്തെ ഭയപ്പെടണം. ദാരിദ്ര്യം കുഫ്രിയത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്നു. മുഹമ്മദുൽ മുസ്തഫ. നോക്കൂ, നിങ്ങൾ ദാരിദ്ര്യം കൊണ്ട് ഈ പെണ്ണ് തെറ്റ് ചെയ്യാൻ പോവാണ്. അല്ലാതെ നിങ്ങൾ എന്തായാലും തരില്ല. ഈ പെണ്ണിനാണെങ്കിലോ പൈസ കിട്ടൽ നിർബന്ധമാണ്. അപ്പൊ പെണ്ണ് സമ്മതിച്ചു. ആവാം. അങ്ങനെയാണ് ആ പെണ്ണിന്റെ ശരീരത്തില് ഇയാൾ അവളെ പ്രാപിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ആ പെണ്ണൊരൊറ്റ വിളിയാ, ഇക്കാക്ക ഇത്തഖില്ല. ഇക്കാക്ക, പടച്ചോനെ പേടിക്കണട്ടോ, പടച്ചോനെ പേടിക്കണട്ടോ. ആ ഒരു വിളി, അള്ളാഹുവിനെ പേടിക്കണട്ടോ എന്ന് പറഞ്ഞപ്പോ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി, വേണ്ടാന്ന് വെച്ചു. പടച്ചോനെ, അവളെ ബലാത്കാരമായി പിടിച്ചൊതുക്കാനുള്ള ശേഷി ഒരാണെന്ന നിലയ്ക്ക് എനിക്കുണ്ടായിരുന്നു. വേറെ ഒരാളും അവിടെ ഇല്ലായിരുന്നു. സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നു. പക്ഷേ ഇത്തഖില്ല എന്ന ശബ്ദം കേട്ടപ്പോ, പടച്ചോനെ പേടിക്കണട്ടോ എന്ന് പറഞ്ഞപ്പോ അവിടെ ഞാൻ ഭയന്നു, വിറച്ചു. ഞാൻ ആ വേണ്ടാത്തരത്തിൽ നിന്ന് പിന്മാറി. അള്ളാഹുവേ, ഇത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത് എങ്കിൽ, കളങ്കണ്ടെങ്കിൽ വേണ്ട, ഇത് കളങ്കല്ലാതെയാ ഞാൻ ചെയ്തത് എന്ന് എനിക്ക് ഉറപ്പാ. ഇത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാ ചെയ്തതെങ്കിൽ ഞങ്ങളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസായത്. നബി തങ്ങൾ സ്വഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഈ കഥ. അപ്പൊ ആ കല്ല് ഒന്നും കൂടെ അങ്ങ് നീങ്ങി. ഇവര് നോക്കി പോകാനായണോ, പുറത്തേക്ക് ചാടാൻ കഴിയൂല. കണ്ട ഒരു സമാധാനം തോന്നുന്നുണ്ട്. ഇപ്പൊ വെളിച്ചൊക്കെ അങ്ങോട്ട് കടന്നിട്ടുണ്ട് ഉള്ളിലേക്ക്. പക്ഷെ പുറത്തേക്കാണ് ചാടാൻ എന്നാലും ആവൂല. അപ്പോഴാണ് മൂന്നാമത്തെ ആള് ഒരു പണിക്കാരനെ കൂലിക്ക് വിളിച്ചു. ആ കൂലിപ്പണിക്കാരൻ കൂലി വാങ്ങാതെ പണിയൊക്കെ കഴിഞ്ഞ് അയാൾ പോയി. ഇയാൾ ഈ കൂലി അത് ഇദ്ദേഹത്തിന് വേണ്ടി എടുത്തു വെച്ചു. അദ്ദേഹം എന്തെങ്കിലും വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാന്ന് കരുതിയിട്ട്. അപ്പൊ ഈ കൂലിങ്ങനെ കെട്ടിക്കിടക്കണ്ട. കെട്ടിക്കിടക്കുന്നതിൽ അർത്ഥമല്ലല്ലോ. പണം ഒരു ഭാഗത്തും കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. അതിങ്ങനെ കറങ്ങണം. അപ്പോഴേ നാട്ടിൽ പുരോഗതി ഉണ്ടാവുള്ളൂ. പണം കെട്ടിക്കിടക്കുമ്പോഴാണ് നാട് ഉണങ്ങ. പണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യട്ടെ, ഇതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ സാധുവിന്റെ ഈ മുതലില് ഒരു വർധനവുണ്ടാകണമെങ്കിൽ ഉള്ള ഈ കൂലി കൊണ്ട് ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങട്ടെ എന്ന് കരുതിയിട്ട് ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങി അതിങ്ങനെ പോറ്റി വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നു. ആടുകള് ധാരാളം പ്രസവിച്ചുണ്ടായി. അങ്ങനെ 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 പശുക്കളായി, ആടുകളായി, എല്ലാം ആയി. ഇദ്ദേഹത്തിന്റെ ഈ കൂലി വികസിപ്പിച്ചെടുത്തതാ. വർഷങ്ങൾ കഴിഞ്ഞിട്ട് കൂലിക്കാരൻ വരികയാണ്, പണിക്കാരൻ വരികയാണ്. മുതലാളി പണ്ടെടുത്തിരുന്ന ഒരു പണിയുടെ കൂലി കിട്ടാനുണ്ടായിരുന്നു, അത് തരണമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആള് ഗുഹയിൽ നിന്ന് പറയാ, പടച്ചോനെ, അപ്പൊ ഞാൻ പറഞ്ഞു, ആ കാണുന്ന മലയിൽ കാണുന്ന ആടും പശുവും ഒക്കെ നിന്റെ കൂലിയാ, കൊണ്ടുപോയിക്കോ. അപ്പൊ അയാൾ ചോദിച്ചു, നീ എന്നെ പരിഹസിക്കുകയാണോ? ഒരു ദിവസത്തെ കൂലി ആ കാണുന്നതൊക്കെയോ? അതൊക്കെ കാരണം ഞാനിത് ഇങ്ങനെ വളർത്തി ഉണ്ടാക്കിയതാ. അതിന്റെ ചെലവും അതിന്റെ ലാഭവും ഒക്കെ വേറെ എഴുതി വെച്ച് അത് മുഴുവനും നിന്റെ ആ കൂലി വളർന്നതും പുരോഗമിച്ചതുമാണ്, കൊണ്ടുപോയിക്കോ. പടച്ചോനെ, ഞാനത് പറഞ്ഞതല്ല, വലിയ കാര്യം പറഞ്ഞു. അദ്ദേഹം അത് കൊണ്ടുപോയത് എങ്ങനെയാണെന്നറിയോ? ഒരു കുറ്റിക്കയറ് പോലും, അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും, ഒരടിമയെപ്പോലും, അത് നോക്കാനുള്ള അടിമയെപ്പോലും നിങ്ങൾ ഇത്രയൊക്കെ നോക്കി ഉണ്ടാക്കിയില്ല എന്ന് ചോദിച്ചിട്ട് എനിക്ക് തന്നിട്ടില്ല. മുഴുവൻ അയാൾ കൊണ്ടുപോയി. എന്നിട്ടും ഞാൻ അയാളോട് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. പടച്ചോനെ, ഇത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചും പൊരുത്തം ഉദ്ദേശിച്ചുവാണെങ്കിൽ അതിൽ ഒരാടുംകുട്ടിനെ കൊടുത്താൽ തന്നെ മൂപ്പര് സന്തോഷത്തോടെ പോവുമായിരുന്നു. ഇങ്ങനെ ഞാൻ ചെയ്തു എങ്കിൽ പടച്ചവനെ, ഞങ്ങളെ ഈ ദുരന്തത്തിൽ നിന്ന് ഒഴിവാക്കി തരണേ. അപ്പോഴാണ് കല്ല് പരിപൂർണമായി കംപ്ലീറ്റ്ലി അതങ്ങ് നീങ്ങി നിന്നു. സുഖമായിട്ട് ഗുഹയിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നു. എന്താണ് ഈ സംഭവം പഠിപ്പിക്കുന്നത്? ഈ സംഭവം ചുരുക്കി പറഞ്ഞതാണ്. ഇത് പഠിപ്പിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇബാദത്ത് ചെയ്തിട്ട് പടച്ചവനോട് ചോദിച്ചാൽ അല്ലാഹ് കേൾക്കും. അതിന് എന്ത് ചെയ്യണം? നല്ല നല്ല ഇബാദത്തുകൾ തന്നെ മുന്നിൽ വെക്കാൻ വേണം.
അതിനാണ് ദ്വാരക്കണതിന് മുമ്പ് സംഭാവന കൊടുക്കണം എന്നുള്ളത്. അതൊരു ഇബാദത്താണ്, സ്വദഖ. അത് ചോദിച്ചാ പിന്നെ കിട്ടും. അതുപോലെ തന്നെ കുറെ കാലായി കിഡ്നിക്ക് അസുഖാണ്, ഭാര്യക്ക് ക്യാൻസറാണ്, ഇങ്ങനെ പല തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും, നമുക്ക് കടമുണ്ട്, വീടുന്നില്ല, എന്തെല്ലാം. പടച്ചോനോടൊന്ന് ദ്വാരന്നിട്ടൊരു അതിന്റെ പേരിൽ ഞാനും നിങ്ങൾ എന്ത് ചെയ്തു? അതിന്റെ പേരിൽ 1,00,000 സ്വലാത്ത് ചൊല്ലി, 1 കോടി സ്വലാത്ത് ചൊല്ലി എന്നിട്ടൊന്നാണ് ദ്വാര നോക്ക്, അല്ലാഹു സ്വീകരിക്കും. ഇതാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു, ദുആ ചെയ്യുകയും ചെയ്യുന്നു അല്ലാഹ് ഞങ്ങള്. ഇതാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിന്റെ അർത്ഥം. അതിന്റെ പശ്ചാത്തലത്തോടുകൂടെ പറഞ്ഞു തന്നതാണ് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവിടെ പഠിക്കേണ്ട വലിയ പാഠം, ഇബാദത്ത് ഇസ്തിആനത്തിനുള്ള വസീലയാണ്, മാധ്യമമാണ്. ഇബാദത്തില്ലാതെ ചോദിച്ചാൽ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കൂല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട റഈസു സാഹിദീനായ സാഹിദീങ്ങളുടെ നേതാവ്, ഹെഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റാവുന്ന വലിയ വലിയ മഹാന്മാർ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരുടെ ജീവിതത്തിൽ അവർ ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയോ? അവരുടെ ജീവിതത്തിൽ ചോദിച്ചതായി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവരുടെ ജീവിതത്തിൽ ചോദിച്ചതായിട്ട് കാണാൻ കഴിയും. അന ഷാക്കിറുൻ അന ഹാമിദുൻ അന ദാകിറു അന ജാഇഉൻ അന ളാമിഉൻ അന ആരി ഹിയ സിത്തത്തുൻ. ബഹുമാനപ്പെട്ട മഹാൻ പറയുകയാണ്, എന്ത്? അന ഹാമിദുൻ അന ഷാക്കിറുൻ അന ദാകിറു. ഞാൻ ഹംദ് ചെയ്യുന്നുണ്ട്, നിനക്ക് ശുക്ർ ചെയ്യുന്നുണ്ട്. നിന്നെ അന ഹാമിദുൻ അന ഷാക്കിറുൻ അന ദാകിറു, ഞാൻ നിനക്ക് ദിക്ർ ചൊല്ലുന്നുണ്ട്. പടച്ചോ പണി ഞാൻ ചെയ്യുന്നുണ്ട്. ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞതാണ്. എന്നാലേ അന ജാഇഉൻ അന ളാഇഉൻ അന ആരി ളാമിഉൻ അന ആരി. എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണം. എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം വേണം. എനിക്ക് ഉടുക്കാൻ മുണ്ടു വേണം. അന ജാഇഉൻ അന ളാമിഉൻ അന ആരി. ഭക്ഷണവും വെള്ളവും മുണ്ടും വേണം. ഹംദും ദിക്റും ശുക്റും ഞാൻ നിർവഹിക്കുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും മുണ്ടും ഈ തരണം പടച്ചവനോട്. ഉണ്ടോ? ഇബാദത്ത് ചെയ്യേണ്ടതാണ്, എന്റെ ബാധ്യത ഞാൻ ചെയ്തു. ഇനി നീ ചെയ്തു തരണ്ട, ഇങ്ങോട്ട് ചെയ്തു തരണം. ഭക്ഷണം വേണം, വെള്ളം വേണം, മുണ്ട് വേണം. മഹാനവറുകൾ ചോദിച്ചപ്പോ അല്ലാഹു തആല രക്ഷപ്പെടുത്തി കൊടുത്തു. വലിയ കഥകളാണ്. ഖാദിമിന്റെ കയ്യിൽ ഈ എഴുത്തെഴുതി കൊടുത്തിട്ട് ഇങ്ങനെ റോഡ് വഴി വക്കിൽ പോയി നിന്നപ്പോ ആദ്യം വരുന്ന ആക്കങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒരു പക്ക തീയാരാധകൻ, ഒരു പക്ക മജൂസിയാണ് ആ വഴിക്ക് ആദ്യം വന്നത്. അയാൾ ഈ എഴുത്ത് വായിച്ചിട്ട് അയാളുടെ കയ്യിലുള്ള ഒരു വലിയ പണത്തിന്റെ സഞ്ചി എടുത്തിട്ട്, പണസഞ്ചി എടുത്തിട്ട് കയ്യിലാണ് കൊടുത്തു. ഇത് ഇബ്രാഹിം ഇബ്നു അദ്ഹം കൊടുത്തക്ക് എന്ന് പറഞ്ഞു. എന്താണ് ഈ വിജയത്തിന്റെ രഹസ്യം? ആ വാക്കുകളാണ്. അന ഹമീദുൻ അന ശാകിറുൻ അന ദാകിറു അന ജാഇഉൻ അന ളാമിഉൻ അന ആരി ഹിയ സിത്തത്തുൻ വ അന ളമീനു ലിനിസ്ഫിഹാ. പടച്ചവനെ, ഈ 6 കാര്യങ്ങളിൽ പകുതിക്ക് ഞാൻ ഉത്തരവാദിയാണ്. ഫകുനി ളമീന ലിനിസ്ഫിഹാ യാ ബരി. പകുതി കാര്യങ്ങൾക്ക് നീ ഉത്തരവാദിയാവണം. 3 ഞാൻ നോക്കിക്കോളാം, 3 നീ നോക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിസ്കാരം, നോമ്പ്, ഖുർആൻ ഓത്തതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. വെള്ളമുണ്ട്, വസ്ത്ര, അത് ഒപ്പിച്ചേരണം പടച്ചവനോട്. ഇതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇനി പറയുന്നു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പക്ഷെ നമ്മൾ കാലി കയ്യുമായിട്ട് അത് ദ്വാരക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ദ്വാക്ക് പലപ്പോഴും ഉത്തരമില്ലാത്തത്. ഞാൻ പറഞ്ഞു അത് തൽക്കാലം അവിടെ നിർത്താം, അല്ലെങ്കിൽ ചർച്ച നീണ്ടുപോകും. ഇന്ന് നമുക്കിത് മുഴുവൻ തീർക്കണം. ഫാത്തിഹ തീർത്തിട്ട് നാളെ മറ്റു ദിക്റുകളെ കുറിച്ച് ചർച്ച ചെയ്യണം നിസ്കാരത്തിന്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹ് പറയുന്നു, നേരായ പാതയിലേക്ക്
ഞങ്ങളെ നീ ചേർത്തു തരണേ അല്ലാഹ്. നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർത്തു തരണേ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് ഞങ്ങളെ ചേർത്തു തരണേ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഏതാ ഈ നേരായ പാത? ഇനി അതുമ്മൽ തമ്മിലടിക്കുക. ആദ്യം അതിനെപ്പറ്റി ഈ സിറാത്ത് മുസ്തഖീം എന്നാൽ എന്താണ് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വ്യാഖ്യാനം പറയട്ടെ. സിറാത്ത് മുസ്തഖീമിലേക്ക് ചേർക്കണേ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായിട്ട് എന്നെ നന്നാക്കി തരണം എന്നാ അതിന്റെ അർത്ഥം. അത് ഒന്നാമത്തെ അർത്ഥം. അതതിന്റെ ഒരു ഭാഗിക അർത്ഥം. അതിലൊന്നും അതിനെ ചുരുക്കരുത്, അതിലൊന്നും ചുരുക്കരുത്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാല് ഖൗലിലും ഫിഅലിലും നിയ്യത്തിലും എന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, വിശ്വാസത്തിൽ നേരായ വഴിയുണ്ട്, കർമ്മത്തിൽ നേരായ വഴിയുണ്ട്, കുടുംബജീവിതത്തിൽ നേരായ വഴിയുണ്ട്, ജനങ്ങളുമായുള്ള പെരുമാറ്റത്തിൽ നേരായ വഴിയുണ്ട്, കച്ചവടത്തിൽ നേരായ വഴിയുണ്ട്. അല്ലേ? ഇവിടെയൊക്കെ ഉണ്ട് സിറാത്തുൽ മുസ്തഖീം. ബഹുമാനപ്പെട്ട ഇമാം ബൈളാവിയുടെ കാഴ്ചപ്പാട് അതാണ്. എല്ലാ കാര്യങ്ങളിലും സിറാത്തുൽ മുസ്തഖീമിലേക്ക് എന്നെ ചേർത്തു തരണം എന്ന് അതിന്റെ അർത്ഥം. ഒരു ഈമാൻ ശരിയാക്കി തരണം എന്ന് മാത്രമല്ല, ഈമാൻ ശരിയാക്കി തരണം, അതോടൊപ്പം നിസ്കരിക്കുന്നവനാക്കി തരണം. നിസ്കരിക്കുന്നവനാക്കിയാ പോരാ, എങ്ങനെയെങ്കിലും കുത്തിമറിയുന്നവനാക്കിയാ പോരാ. അതിന്റെ ഷർത്തും ഫർദും ഒക്കെ ഒപ്പിച്ച് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ടൊരു വഴിയുണ്ട്. പിന്നെ വളഞ്ഞ കുറെ വഴികളുണ്ട്. തുമനീനത്തില്ലാത്ത നിസ്കാരം, നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞു മാന്തിയുള്ള നിസ്കാരം, നിസ്കരിക്കുന്ന സമയത്ത് എവിടെയോ ഒക്കെ കൽബുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന നിസ്കാരം, അതൊന്നുമല്ല. സിറാത്തുൽ മുസ്തഖീം നിസ്കാരത്തിലുണ്ട്. അതേതാ? മഹാന്മാര് പഠിപ്പിച്ച നിസ്കാര രീതി. പടച്ചോനെ, അതുപോലെ തന്നെ എന്റെ കുടുംബ ജീവിതത്തിൽ സിറാത്തുൽ മുസ്തഖീം ഉണ്ട്, നേരായ വഴിയുണ്ട്, വളഞ്ഞ വഴികള്. വളഞ്ഞ വഴികൾ അനേകമുണ്ട്. ആ വളഞ്ഞ വഴികളിലൊന്നും അല്ലാ നീ എന്നെ കൊടുക്കരുതേ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എന്റെ കുടുംബ ജീവിതം, എന്റെ കച്ചവടം, എന്റെ ഏർപ്പാട്, കച്ചവടത്തിൽ തട്ടിപ്പും വഞ്ചനയും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് വളഞ്ഞ വഴിയാ. നേരെ മറിച്ച് ഹലാലായ മാർഗത്തിൽ എനിക്ക് ലാഭം തരണം. അപ്പോ സുബഹി നിസ്കരിക്കുന്ന ഒരാള് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ദുആ ചെയ്യുമ്പോ പടച്ചോനെ എന്നെ സുന്നിയാക്കി തരണമെന്ന അർത്ഥം മാത്രമല്ല അതിനുള്ളത്. അത് ഒന്നാമത്തെ അർത്ഥമാണ്. ആ അർത്ഥം ഉണ്ട്, പക്ഷേ അത് ഭാഗികമാണ്. അതിന്റെ മുഴുവൻ അർത്ഥവും പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നീ എനിക്ക് സ്ട്രൈറ്റ് പാത്ത് കാണിച്ചു തരണം അല്ലാഹ്. ഇത് നേരായ വഴി, വളയാത്ത ചെരിയാത്ത വക്രതയില്ലാത്ത വഴി എനിക്ക് കാണിച്ചു തരണം. കച്ചവടത്തിൽ വക്രതയും വളവൊക്കെ ഉള്ള വഴികളുണ്ട്, നേരെയുള്ള വഴിയുണ്ട്. ജനങ്ങളുമായിട്ടുള്ള പെരുമാറ്റത്തിൽ നേരെയുള്ള വഴിയുണ്ട്, വളഞ്ഞും തിരിഞ്ഞുള്ള വഴിയുണ്ട്. എല്ലായിടത്തും നീ എന്നെ നന്നാക്കി തരണം. ഭാര്യയായിട്ടുള്ള പെരുമാറ്റത്തിൽ, ഭർത്താവുമായിട്ടുള്ള പെരുമാറ്റത്തിൽ, മക്കളുമായിട്ടുള്ള പെരുമാറ്റത്തിൽ, എല്ലായിടത്തും സിറാത്തുൽ മുസ്തഖീം മൊത്താ ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീം ഏതാണ്? ഇനി നോക്ക് നിങ്ങൾ, ഏതാണ് ഈ സിറാത്തുൽ മുസ്തഖീം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ പാതയാണത്. നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്. നീ അനുഗ്രഹിച്ചവരുടെ പാത എന്ന് പറഞ്ഞാൽ ഏതാ? കാരണം ഈ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു എന്നെ നീ ഒരു സുന്നിയാക്കി തരണേ എന്നതിനർത്ഥമുണ്ട്. എന്താ കാരണം? വിശ്വാസത്തിന് നേരായ വഴി അതാണ്. അത് മാത്രമല്ല, അർത്ഥം മറ്റതുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യത്തെ അർത്ഥം അത് തന്നെയാണ്, ഈമാൻ നന്നാക്കി തരണം. കാരണം എന്താ? അതാണ് അനുഗ്രഹിച്ചവരുടെ റൂട്ട്. അനുഗ്രഹിച്ചവരുടെ റൂട്ട് അതാണ്. കാരണം അനുഗ്രഹിച്ചവരാരാണ് ഒന്നും എണ്ണി നോക്കിയാ മതി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ദിവസം മുഴുവനും ഇത് അവതരിപ്പിക്കാം. ഏത്? അനുഗ്രഹീതരുടെ പാത. 1-ാം നൂറ്റാണ്ട് തൊട്ട് തുടങ്ങാം, ഇന്നത്തെ നൂറ്റാണ്ട് വരെ ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ. എന്നാലും അവസാനിക്കാതെ എല്ലാ നൂറ്റാണ്ടുകളിൽ നിന്നും 1ഉം 2ഉം 3ഉം ഉദാഹരണങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഇമാമിങ്ങളൊക്കെ ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്ന് കാണുമ്പോൾ മുഴുവൻ ഇമാമിങ്ങളും സുന്നികളാണ്, മദ്ഹബ് അംഗീകരിച്ചവരാണ്. അഖീദയുടെ ഇമാമിങ്ങൾ 2-ൽ-1 അംഗീകരിച്ചവരാണ്, അശ്അരി മാതുരിദി. അതെ, ഫിഖ്ഹിന്റെ വിഷയത്തിൽ ശാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4-ൽ-1 മദ്ഹബ് സ്വീകരിച്ചവരാണ് എന്ന് കണ്ടെത്താൻ കഴിയും. അതന്നെയാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഏതാ ഈ അനുഗ്രഹിച്ചവരുടെ പാത? ഞങ്ങളെ പാതയാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നവർക്ക് അനുഗ്രഹിച്ചവരുടെ പാത ഞങ്ങളുടെ പാതയാണ് എന്ന് പറയാലോ?
അല്ലാഹു പറയുന്നു മൻ യുതിഇല്ലാഹ വർ-റസൂല ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന വശ്-ശുഹദാഇ വസ്-സാലിഹീൻ. എന്തേ? അള്ളാഹുവിനെയും റസൂലിനെയും കൃത്യമായി അംഗീകരിച്ച് അനുസരിച്ച് നടക്കുന്ന മനുഷ്യന്മാരെ പറ്റി അല്ലാഹു പറയാണ് ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാകുന്നു അവര്. ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. അപ്പൊ അല്ലാഹു അനുഗ്രഹിച്ചവരാരാണ്? പിന്നെ വിശദീകരിക്കുകയാണ് മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന വശ്-ശുഹദാഇ വസ്-സാലിഹീൻ. മുൻഅമ അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കാറ്റഗറീസ് വിശദീകരിക്കുകയാണ്. ഒന്നാം കാറ്റഗറി, രണ്ടാം കാറ്റഗറി, 3, 4 ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഒന്നാമത്തേത് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ അമ്പിയാക്കളാണ്. അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. അമ്പിയാക്കളെ പോലെ അല്ലാഹു അനുഗ്രഹിച്ചവരില്ല. ഈ അമ്പിയാക്കളുടെ നിലപാട് എന്താണ്? അത് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട്. അമ്പിയാക്കളുടെ നിലപാടാണ്. അമ്പിയാക്കളുടെ നിലപാട് എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം തിരുനബി തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്തോ ഒന്ന് പറഞ്ഞപ്പോ ഏതോ ഒരു ഉദാഹരണത്തിന് റസൂലുള്ളാഹിയുടെ അവ്വലിയത്ത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ് ആദ്യം ഉണ്ടായത് എന്നിവിടെ സമർത്ഥിക്കുമ്പോ ബഹുമാനപ്പെട്ട ആദം നബിയുടെ പ്രാർത്ഥന പറഞ്ഞിരുന്നു. റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ചത് കിതാബുൽ മുസ്തദ്റക്കിൽ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. അപ്പോ നബിമാരുടെ റൂട്ട് അത് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഒറ്റ നബിനെ പറയുന്നുള്ളൂ. കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞ ഒരു 4-5 നബിയെങ്കിലും ഉദാഹരണത്തിന് എടുക്കുമ്പോഴേക്കും പിന്നെ സമയം അങ്ങോട്ട് കഴിഞ്ഞു. ഇതിൽ മാത്രം ഒതുങ്ങി നിന്നുകൂടാ. വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അമ്പിയാക്കളുടെ തീരുമാനം അതാണ്. അമ്പിയാക്കളുടെ ശൈലി അതാണ്. ഏറ്റവും ഒന്നാമത്തെ നബിയും മനുഷ്യലോകത്തിന്റെ പിതാവുമായ ആദം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായി ലോകത്ത് വരാൻ പോകുന്ന ആദ്യം അല്ലാഹു നൂറ് പടച്ചൊരുക്കി വെച്ച മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു തങ്ങളുടെ ഹക്ക് കൊണ്ട്. അപ്പൊ നബിമാരുടെ റൂട്ട് അതാണ്. പിന്നെയോ മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീൻ. സിദ്ദീഖീങ്ങളുടെ റൂട്ട് എന്താ? സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? അത് രണ്ടാം കാറ്റഗറിയാണ്. ഏതാണ് ഈ രണ്ടാം കാറ്റഗറി? സിദ്ദീഖീങ്ങൾ ആരാണ്? നബിമാര് കഴിഞ്ഞാൽ പിന്നെ സിദ്ദീഖീങ്ങൾ. സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അബൂബക്കറിന് സിദ്ദീഖിന്റെ പോസ്റ്റിലേക്ക് എത്തിയവർ. അങ്ങനത്തെ ഒരാളുണ്ടാവോ? അങ്ങനത്തെ ഒരാളുണ്ടാവോ? ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന സിദ്ദീഖിയൻ പവറുള്ള ഈമാനുള്ളവർ. അതായത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്ഥാനത്ത് ആണോ എന്ന് അതിനർത്ഥല്ലോ. പിന്നെന്താ? സിദ്ദീഖിയൻ പവർ ഇതൊരു പവറാണ്. അള്ളാഹു അനുവദിച്ച ഈമാനിലെ ഒരു ഗ്രേഡാണ് സിദ്ദീഖിയൻ ഗ്രേഡ്. ഈ സിദ്ദീഖിയൻ ഗ്രേഡ് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ചില ഹദീസുകളിലൊക്കെ കാണാം. ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ അങ്ങനെ ആ സൽക്കർമ്മം അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ ആഖിർ സമാനയിൽ അവൻ ആ സൽക്കർമ്മം പ്രവർത്തിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കും. അബൂബക്കർ സിദ്ദീഖിനെ പോലെ ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയൊക്കെ ആയിരിക്കും അവൻ എന്ന് പറയുമ്പോൾ അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് സിദ്ദീഖിയൻ ഗ്രേഡ്, ഫാറൂഖിയൻ ഗ്രേഡ്, അങ്ങനെ ഒരു ഗ്രേഡ് നൽകിയിരിക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ എന്തും വിശ്വസിക്കാനുള്ള പവറായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ ഈമാനിന് വലിയ പവറായിരുന്നു. അതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ലൈലത്തുൽ മിഅ്റാജ് ഈ കാര്യത്തിൽ എല്ലാവർക്കും സംശയം തോന്നിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഉണ്ടായോ നബിയേ എന്ന് ചോദിക്കാതെ ഒരൊറ്റ ആളും ഇസ്രാ മിറാജിന്റെ സംഭവം വിശ്വസിച്ചിട്ടില്ല. ഇല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനൊരു ഖബൂവത്തും ഉണ്ടായിട്ടില്ല, ചാഞ്ചാട്ടം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോ ഓക്കേ എന്ന് പറഞ്ഞു. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പവർ. ഈമാനിന്റെ പവർ അതാണ്. ഈ പവറിലേക്ക് എത്തിയവർ പിന്നെന്താണ് ഈ സിദ്ദീഖിയൻ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തെളിഞ്ഞ മഹബത്ത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇബാദത്ത് ഒരുപാട് കൂടുതൽ ഉണ്ടായിട്ടല്ല സിദ്ദീഖായത്. ഇത് പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്, ശരിക്കും കേട്ടിട്ട് വേണം നിങ്ങൾ വിലയിരുത്താൻ. എന്തേ?
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രം എഴുതിയത് കാണാം. എല്ലാ ആഴ്ചയിലും ഒരു ഖത്മ തീരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ല, മഹാന്മാര് പറഞ്ഞതാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഖുർആൻ ഓതുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഒരു ഖത്മ. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതിയിരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വേറെയും സഹാബത്ത് ഇതിലേറെ ഖുർആൻ ഓതിയ സഹാബത്ത് വേറുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് ആ 4 ഖുലഫാകളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്തിരുന്നയാളാണ്. പക്ഷേ സിദ്ദീഖിന്റെ മുമ്പിലാണോ ഉസ്മാൻ? അല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും മുമ്പിലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ഗ്രേഡ് കൊണ്ടാണ്. എന്താ സിദ്ദീഖിന്റെ പ്രത്യേകത? റസൂലുള്ളാഹി പറഞ്ഞു, മാ സബഖകും അബൂബക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പറഞ്ഞു സഹാബത്തിനോട്, സഹാബാ മാ സബഖകും അബൂബക്കർ ബികസറത്തി സ്വലാത്തിൻ വലാ സിയാം. ഒരുപാട് നിസ്കാരവും നോമ്പും ഉണ്ടായിട്ടല്ലോ അബൂബക്കർ നിങ്ങളെ തോൽപ്പിച്ചത്. അബൂബക്കർ നിങ്ങളുടെയൊക്കെ മുന്നിൽ ചാടിയത് നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും പവർ കൊണ്ടല്ല. അതൊക്കെ അദ്ദേഹത്തെക്കാൾ അധികമുള്ളവർ കൂട്ടത്തിലുണ്ടാകും. അതുകൊണ്ടൊന്നുമല്ല. വലാകിൻ ബിശൈഇൻ നുഖിറ ഫീ ഖൽബിഹി. മറിച്ച് അബൂബക്കറിന്റെ ഹൃദയത്തിൽ കൊത്തിവെച്ച ഒരു വല്ലാത്ത സംഗതിയുണ്ട്. അത് അബൂബക്കറിന്റെ മഹബ്ബത്താണ്, അബൂബക്കറിന്റെ ഈമാനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിന് ഉണ്ടായിരുന്ന മതിപ്പ്, അത് തകർക്കാനാവാത്ത മതിപ്പായിരുന്നു. തകർക്കാനാവാത്ത മതിപ്പായിരുന്നു പടച്ചോൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകിയിരുന്നത്. ചില്ലറ മതിപ്പല്ല റസൂലുള്ളാഹിനെ പറ്റി കൊടുത്തത്, വലിയ മതിപ്പായിരുന്നു. ഒരാൾക്കും ലോകത്ത് അത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ. ഒരൊറ്റ സംഭവം പറയാം. ഞാനിതിങ്ങനെ ഭയപ്പെടുന്നു, കാരണം ഇത് 100 കൂട്ടം കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ പറയുമ്പോഴേക്ക് നമ്മുടെ വിഷയം എവിടെയും എത്തിക്കാനും കഴിയൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒറ്റ കാര്യം, ഹുദൈബിയ സന്ധി കേട്ടിട്ടുണ്ടാവുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്ക് ഇഹ്റാം കെട്ടി വരുന്നത് അല്ലെ? അങ്ങനെ ഉംറന്റെ ഇഹ്റാം അവിടെ വെച്ച് തഹല്ലുലായിട്ട് അടുത്ത കൊല്ലം വന്നിട്ട് ചെയ്യാന്ന് പറയുന്നത് ശത്രുക്കളുമായിട്ട് സുൽഹുണ്ടായിട്ട് പിരിയാണ്. ഹുദൈബിയയിൽ വെച്ചിട്ടൊരു സന്ധി ഉണ്ടാക്കിയിട്ട് പിരിയാണ്. ഹുദൈബിയയിൽ വെച്ചിട്ടൊരു സന്ധി ഉണ്ടാക്കി പിരിയാണ്. ഇത് അറിയുന്ന ആളുകൾക്ക് എളുപ്പമുണ്ട്. ഞാൻ ആ സംഭവം മാത്രമേ പറയുന്നുള്ളൂ, സംഭവത്തിന്റെ കഴമ്പ്. അങ്ങനെ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിനിധി വന്നു. ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിനിധി വന്നു. അലി ഇബ്നു അബീ താലിബിനെ നബി എഴുതാനും വിളിച്ചു. എന്നിട്ട് കരാർ ഇങ്ങനെ എഴുതുകയാണ്. എന്ത്? മുസ്ലിമീങ്ങൾ ഇക്കൊല്ലം മദീനത്തേക്ക് മടങ്ങിപ്പോകണം. നബി പറഞ്ഞു, ഓക്കെ എഴുതിക്കോ. ഇങ്ങനെ കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഭ്രാന്ത് ഇങ്ങനെ പിടിക്കുക. പടച്ചോനെ, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോറ്റു കൊടുക്കണേ? എന്താ വാളെടുത്തിട്ടാണ് പോരാടിയാല്? വെട്ടി അങ്ങോട്ട് നിരത്തണം. ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ജീവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പരലോകത്തല്ലേ അനന്തമായ സുഖ സന്തോഷകരമായ ജീവിതം അല്ലാഹു വെച്ചിട്ടുള്ളത്. എന്നിട്ട് പോകുക, ഒരു ബേജാറുമില്ല. മഹാനവറുകള് ഇങ്ങനെ കിടന്ന് തളക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി ആയതുകൊണ്ട് പറയാൻ വയ്യ, അടങ്ങി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഏതാവട്ടെ അടുത്ത കൊല്ലങ്ങൾ വന്ന് ചെയ്തോ, ഇക്കൊല്ലങ്ങൾ കടക്കുക എന്നുള്ളത് അത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ്. നിങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു വഷളത്തരാണ്. അതുകൊണ്ട് ഇക്കൊല്ലം മടങ്ങി പോകണം, അടുത്ത കൊല്ലം വന്നിട്ട് ചെയ്തോളൂ. എന്നിട്ട് ഡിമാൻഡുകൾ വെച്ചു. 1 കൊല്ലമാണ് സന്ധിക്കാലം. ഈ 1 കൊല്ലത്തിനിടയിൽ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് വന്നാൽ അയാളങ്ങ് വിട്ടുതരണം. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് വന്നാൽ വിട്ടുതരണം. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാലോ വിട്ടുതരൂല്ല. ഇത് കേൾക്കുമ്പോഴേക്ക് ചോദിക്കൂലേ ഏതൊരാളും, ഇത് എവിടത്തെ നീതിയാടോ അല്ലേ? ഇതാണ് കേൾക്കുന്ന ഉടനെ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് നിങ്ങളെ മനസ്സ് ചോദിച്ചു പോവാ, ഇത് ഏത് അടുപ്പിലെ നീതിയാണെന്ന് അല്ലേ? പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ പറയാണ് ആരോട്? അലി ഇബ്നു അബീ താലിബിനോട് എഴുതിക്കും. ഖുറൈശി പ്രതിനിധി ഇത് പറയുമ്പോ, എഴുതാൻ പറയുമ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇതും കൂടെ കേട്ടപ്പോ പിന്നെ നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ ഈ പറഞ്ഞത്? രണ്ടും പറയുകയാണെങ്കിൽ ഓക്കെ. ഈ സന്ധി കാലയളവിൽ നിങ്ങളെ കൂട്ടത്തിന് ഒരാൾ ഞങ്ങളേക്ക് വന്നാലും ഞങ്ങളെ കൂട്ടത്തിന് ഒരാൾ അങ്ങോട്ട് വന്നാലും വിട്ടുതരണം എന്ന് പറയാണ്. എന്നിട്ടൊന്ന് ഉപദേശിച്ച് നന്നാക്കി പഴയ പാർട്ടി തന്നെ നിർത്താനാണ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, മസ്ലഹത്തിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ സമ്മതിച്ചു കൊടുക്കാം. ഇതെന്താ വർത്താനോ? നിങ്ങളെ കൂട്ടത്തിന് വന്നാൽ വിട്ടു തരൂല, ഞങ്ങളെ കൂട്ടത്തിന് വന്നാൽ വിട്ടു തരണം.
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിൽ ഇങ്ങനെ നടന്നു. എല്ലാരോടും ഒരു സ്വകാര്യം, അല്ല നിങ്ങൾ എന്താ ഈ കേൾക്കുന്നത്, നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുക, അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത് സത്യമല്ലേ? അലസ്നാ അലൽ ഹഖ്, നമ്മൾ സത്യസന്ധമായ ആശയത്തിൽ തന്നെ, നമ്മളെ ദീൻ സത്യം തന്നെ അല്ലേ? മുഹമ്മദ് റസൂലുള്ളാഹി ഹക്കായ നബി തന്നെ അല്ലേ? ആണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, നമുക്കവിടെ ഇറങ്ങിയാ പോരെ, നമ്മളൊക്കെ അല്ലേ ചുണക്കുട്ടികൾ, നമ്മൾ റസൂലുള്ളാഹിന്റെ ഒപ്പല്ലേ, എന്തിനാ നബി ഇങ്ങനെ തൂച്ചു കൊടുക്കുന്നത്? ഫലിമൻ ഉഅ്തിദ്ദനിയ, പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ തോറ്റു കൊടുക്കുന്നത്? ഫലിമൻ ഉഅ്തിദ്ദനിയ, എന്തിന് നമ്മൾ ഇങ്ങനെ തോറ്റു കൊടുക്കണം? സുബ്ഹാനല്ലാഹ്, ഇത് പറയേണ്ട താമസം. എല്ലാവരും ഒരൊറ്റ മനസ്സാണ്, എല്ലാവരും ഒരു മനസ്സാണ്. 1500 പേര്, അതിൽ 1499 പേർക്കും ഒരു മനസ്സാ, ഒറ്റ മനസ്സാ, എല്ലാരും ഒരു അഭിപ്രായം. ശരി തന്നെ കേട്ടോ, എന്തിനാപ്പ ഇതിന്റെ ആവശ്യം? ഇങ്ങനെയൊക്കെ തോറ്റു കൊടുക്കണോ? ആയുധ ബലം കുറവുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ ഈമാനില്ലേ, അങ്ങോട്ട് പോയാ പോരേ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു കൂസലുമില്ല. ആരാണത്? അബൂബക്കറിന് സിദ്ദീഖ്. ചിരിച്ചിങ്ങനെ ഇരിക്കുക. നബി എന്ത് പറഞ്ഞാലും ചിരിക്കും, നബി എന്ത് എഴുതുകയാണെങ്കിലും സന്തോഷം, മുഖത്തിങ്ങനെ സന്തോഷം ഇങ്ങനെ അതാ ഓടിക്കളിക്കുന്നു, പാഞ്ഞു കളിക്കുകയാണ്. അപ്പോ എല്ലാവരും സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക സദസ്സിൽ, നമ്മൾ ഈ താന്നു കൊടുക്കുന്നത് കണ്ടിട്ട്. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഉമർ റളിയല്ലാഹുവിനെ പതുക്കേണ്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനേ ഈ സദസ്സിൽ എല്ലാരോടും അഭിപ്രായം ചോദിച്ചു, എല്ലാരും ഒറ്റ അഭിപ്രായക്കാരാണ്. അല്ല സിദ്ദീഖ്, നിങ്ങൾ മാത്രം ഹാപ്പിയാണല്ലോ, നിങ്ങൾക്ക് നല്ല സന്തോഷാണല്ലോ, നിങ്ങളെ മുഖത്തൊരു വിഷമവുമില്ലല്ലോ. അലസ്നാ അലൽ ഹഖ്, നമ്മൾ സത്യമായ ഒരു ദീനിന്റെ മേലല്ലേ അടിയുറച്ച് നിൽക്കുന്നത്. അലൈസ റസൂലുള്ളാഹി ഹഖാ, അല്ലാഹുവിന്റെ റസൂൽ സത്യമായ നബി തന്നെയല്ലേ, എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ശരിയാണ്, നമ്മൾ സത്യത്തിന്റെ മേൽ തന്നെയാണല്ലോ ഉമറേ, റസൂലുള്ള സത്യസന്ധനായ പ്രവാചകനാണല്ലോ, അതിനെന്താ ഇവിടെ സംഭവിച്ചത്? അപ്പൊ ചോദിച്ചു, ഫലിമൻ ഉഅ്തിദ്ദനിയ, പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ തോറ്റു കൊടുക്കുന്നത് എന്നാ ഞാൻ ചോദിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴേക്ക് ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടക്കാൻ സിദ്ദീഖിന് രണ്ടാമത്തെ ഒരു വാക്ക് പറയേണ്ടി വന്നിട്ടില്ല. സിദ്ദീഖ് ഒരൊറ്റ ചോദ്യമാണ്, അവലം തുഅ്മിൻ യാ ഉമർ, ഉമറേ നിനക്ക് ഈമാനില്ലേ? ഉമറേ ഈമാനില്ലേ നിനക്ക്? അപ്പോഴേക്കാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് തെളിഞ്ഞത്. ഈ ചോദിച്ചത് യഥാർത്ഥത്തിലാണ്, ഈമാനില്ലേ ഉമറേ നിനക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചവരല്ലേ? എന്താ ഈ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? എന്താ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാന്റെ അടുത്തുനിന്ന് ഖുർആൻ വാങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന ഒരു പോസ്റ്റ്മാൻ എന്നാണോ ഇതിന്റെ അർത്ഥം? മുബ്തദീങ്ങൾ പറയും പോലെ അല്ലല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റസൂലുള്ളാഹി, നമുക്ക് വേണ്ടി, നമ്മുടെ മസ്ലഹത്തിന് വേണ്ടി, നമ്മുടെ നന്മക്ക് വേണ്ടി അല്ലാഹുവിനാൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എന്നല്ലേ റസൂലുള്ളാഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അല്ല ഞമ്മക്കും വേണ്ടി അയച്ച ഒരു മനുഷ്യൻ എവിടെ ഒപ്പിട്ടാലും എന്ത് പറഞ്ഞാലും അത് സ്വീകരിച്ചോളണം. എന്തേ വിഷയം മനസ്സിലാക്കണം. നമ്മളെ മനസ്സിൽ ചിലപ്പുണ്ടാവും, എന്തേ നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞു, എന്തേ നേതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞു, നേതാക്കന്മാർക്ക് ഞമ്മക്ക് തിരിഞ്ഞത്ര തിരിഞ്ഞില്ലേ? പറയാൻ പാടില്ല. നേതാവിനെ അംഗീകരിച്ച് നേതാവിന്റെ കീഴിൽ നിന്നോളണം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രാസ്ഥാനികമായി ആലോചിക്കുമ്പോഴും ഞാൻ പറയുന്നു, നേതാവിനെ ചോദ്യം ചെയ്യുന്ന കാലം വന്നാൽ തീർച്ചയാണ് ആ പ്രസ്ഥാനം തകരും. നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ല. നേതാക്കന്മാരുടെ കീഴിൽ നിൽക്കണം, അവര് പറഞ്ഞത് കേൾക്കണം, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകരുത്. നോക്കൂ നിങ്ങള്, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്ത് അവലം തുഅ്മിൻ യാ ഉമർ, ഉമറേ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ചാൽ ഞമ്മക്ക് തിരിഞ്ഞില്ല എന്ന് വെക്കലല്ലേ അതിന്റെ മര്യാദ? ശരിയാണ്, നിങ്ങൾ ഈ പറഞ്ഞ വിഷയമൊക്കെ ഉണ്ട്, ഇതൊക്കെ എന്ത് നീതിയാന്ന് തോന്നിപ്പോകും. പക്ഷേ അത് ഞമ്മക്ക് തിരിയാത്ത വശം നമ്മുടെ നേതാക്കന്മാർക്ക് തിരിഞ്ഞിട്ടുണ്ടാകുന്നു മനസ്സിലാക്കിയിട്ട് നേതാക്കന്മാര് പറഞ്ഞെടുത്ത് നിൽക്ക്, നിന്റെ വസ്വാസികൾ നീ ഉപേക്ഷിക്കണം. അതല്ലേ ശരി?
അതല്ലേ സത്യം. അപ്പോഴല്ലേ നമ്മുടെ പ്രസ്ഥാനത്തിന് കെട്ടുറപ്പുണ്ടാവുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നും അങ്ങനെയാണോ? എന്നും അങ്ങനെയാണോ? എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണത്. ഇതങ്ങ് കേട്ടപ്പോഴേക്കും ഉമറിന്റെ ഖൽബ് തെറിച്ചുപോയി. ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ശരിയാണല്ലോ, ഈ പറഞ്ഞത് ശരിയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഒപ്പിട്ടാൽ എന്താ? അത് നമ്മളെ നേതാവാണ് നമ്മൾ ഉറപ്പിച്ചു. ദീനിന് ഉപകാരമുള്ളതല്ലാത്തത് റസൂലുള്ളാഹി ചെയ്യൂല എന്ന് ഉറപ്പിച്ചു. പിന്നെ നമുക്ക് തിരിഞ്ഞില്ല എന്ന് വെക്കല്ലാതെ നമ്മൾ ഒരിക്കലും അതിനെ എതിർക്കരുത്. ഇതാണ് അതിന്റെ ശരിയായ വശം. ഈ വശം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ പ്രാസ്ഥാനിക രംഗത്തുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോഴേ എപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ ഇവിടെ ഭൂമി കുലുങ്ങുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അവിടെ ഒപ്പിട്ടു, കുവൈത്ത് കരാറ്, മറ്റ് കരാറ്, എന്തൊക്കെ ഉണ്ടായി. ഇവിടെ ആർക്കെങ്കിലും വല്ല പ്രശ്നം ഉണ്ടായോ? കാരണം ഉസ്താദ് ഹൈറായ കാര്യങ്ങളിലെ ഒപ്പുവെക്കൂന്ന് നമുക്കൊരു വിശ്വാസമുണ്ട് ഉസ്താദിനെ പറ്റി അല്ലേ? അന്ന് ഈ ഫിത്നയും ഫസാദും നമീമത്തും പറഞ്ഞവരോടൊപ്പം നിന്നിരുന്നെങ്കിൽ ആ മഹാൻ ഇന്ന് ഇതുപോലെ വലുതാകുമായിരുന്നു. നമ്മൾ ഉറപ്പിച്ചു, ഞമ്മക്ക് ഉപകാരമില്ലാത്ത പരിശുദ്ധ സുന്നത്തി ജമാഅത്തിനെതിരുള്ള ഒരു കാര്യത്തില് ഉസ്താദ് ഒപ്പുവെക്കൂല എന്നങ്ങ് ഉറപ്പിച്ചു. അതാണ് നേതാവിനോടുള്ള മതിപ്പ്, നേതാവിനോട് അഡ്മിറേഷൻ, മതിപ്പ്. ഇതൊരു വിശ്വാസിയുടെ വളരെ അത്യാവശ്യമായ ഘടകമാണ്. ഞാൻ പറയുന്നു, ഒരു നേതാവിനെ നേതാവാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ നേതാവിനെ അംഗീകരിക്കണം. അപ്പോഴേ നേതാവാന്ന് പറയാൻ അവകാശമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നോക്ക് നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടോടുകൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്രേ, ഞാൻ ഇനി ചോദിക്കൂല, പറഞ്ഞു പോയതാ, പെട്ടുപോയതാണ്, ഒപ്പിട്ടോട്ടെ, ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ അവർക്ക് തിരിഞ്ഞ സംഗതി അങ്ങനെ തന്നെ വേണ്ടിയിരുന്നത്. കാരണം ആ ഒരു നിയമം കൊണ്ട് എന്തൊക്കെ ഗുണാണ് മുസ്ലിം ഉമ്മത്തിന് കിട്ടിയത്. ഒരു കൊല്ലത്തേക്ക് ഇങ്ങനെ ഒരു സുൽഹ് ഹുദൈബിയ ഉണ്ടായതുകൊണ്ട് എന്തൊക്കെ കിട്ടി. അപ്പൊ അതിൽ തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഞങ്ങൾക്ക് ഏറ്റവും ചടപ്പ് തോന്നുന്ന ഒന്നാ പറഞ്ഞത്. ഇതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഏത് ഞങ്ങളെ കൂട്ടത്തുനിന്ന് ഒരാൾ അങ്ങോട്ട് വന്നാല് വിട്ടു തരൂല, അല്ല വിട്ടു തരണം, നിങ്ങളെ കൂട്ടത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ വിട്ടു തരൂല. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഞങ്ങളെ കൂട്ടത്തുനിന്ന് മുസ്ലിമായ ഒരാൾ അങ്ങോട്ട് വന്നാൽ വിട്ടുതരണം. അത് എന്തിന്? മസ്ലഹത്തിന്റെ ഭാഗമായിട്ട് വിട്ടുതരണം. റസൂലുള്ളാഹി ചിന്തിച്ചു, വിട്ടുകൊടുക്കാം. അതുകൊണ്ടായിട്ട് അയാളെ ഈമാനിന് കുഴപ്പമൊന്നും പറ്റൂല. അവര് കൊണ്ടുപോയിട്ട് ഉപദേശിക്കും, ഉപദേശിച്ച് നന്നായിലേക്ക് കൊന്നുകളയും, എന്നാലും അയാൾക്ക് അനന്തമായ സ്വർഗം കിട്ടും, നഷ്ടമൊന്നുമില്ല. ഇത് സുൽഹിന് വേണ്ടിയിട്ട് നടത്താം. ഇനി നമ്മളെ കൂട്ടത്തുനിന്ന് ഒരാള് കാഫിറായി അപ്പുറത്ത് പോയാലോ, അവനെ പോലെ തന്നാലും നമുക്ക് വേണ്ട. എന്തിനാണത്? അതല്ലേ അതിന്റെ ശരി? അവനങ്ങോട്ട് വിട്ട് തന്നാലും വേണ്ട. ആദർശം കൈയൊഴിച്ചു പോയ ഒരുത്തനെ എന്തിനാണത്? അവനെ വിളിച്ച് പിന്നെ ഒരു ഉപദേശിക്കേണ്ട കാര്യം എന്തിനാ? ഈമാൻ നഷ്ടപ്പെട്ടു പോയി, ഈമാൻ നഷ്ടപ്പെട്ട് ഉപേക്ഷിച്ചു പോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ നിങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതൊക്കെ സത്യമായിരുന്നു. പക്ഷേ നേതാവ് ആലോചിക്കും പോലെ ആലോചിക്കാൻ അനുയായികൾക്ക് കഴിയൂല. അവിടെയാണ് വിഷയങ്ങള്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, വിഷയങ്ങൾ പറഞ്ഞപ്പം കുറെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ അങ്ങ് കയറി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിദ്ദീഖിയൻ പവർ, റസൂലുള്ളാഹിയോടുള്ള മതിപ്പാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ശുഹദാ അവരുടെ നേതാവാണ് ഹംസത്തുൽ ഖറാർ, അവരുടെ നേതാവാണ് ഉമർ ഇബ്നുൽ ഖത്താബ്, അവരുടെ നേതാവാണ് അലി ഇബ്നു അബി താലിബ്. ഇവരുടെയൊക്കെ നിലപാടുകൾ ഈ കാര്യത്തിൽ പറയാനുണ്ട്. ഞാൻ സമയം ഭയന്നുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം. പിന്നെ സ്വാലിഹീങ്ങൾ, ആ സ്വാലിഹീങ്ങളുടെ പട്ടിക ഇങ്ങനെ നീണ്ടുപോരുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ തങ്ങൾ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഞാൻ ചോദിക്കട്ടെ, ഈ മഹാന്മാരെയൊക്കെ വിട്ടിട്ട് നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? സുബ്ഹാനല്ലാഹ്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു വിഷയം പറഞ്ഞു എന്ന് പറയുമ്പോ ഇവിടെയുള്ള വിവരം കെട്ടവൻ അവൻ ചോദിക്കുക, ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞനോ? പറഞ്ഞന്. എന്നിട്ട് എവിടെയാണുള്ളത്? ബുഖാരിയിലുണ്ടോ? ബുഖാരിയിലുണ്ടോ? അങ്ങനെ ഇതിങ്ങനെ കേട്ട സാധുക്കൾക്ക് തോന്നും ഷാഫി ഇമാമിന്റെ ഒക്കെ എത്രയോ മുമ്പാണ് ബുഖാരി ഇമാമ് തോന്നിപ്പോകും. ഞാൻ പറഞ്ഞത് ഉസ്താദുമാർക്ക് ഇതിന്റെ കാര്യം അറിയാം, ഞാൻ സാധാരണക്കാരോടാ പറയുന്നത് അല്ലെ. നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ തോന്നാറില്ലേ നിങ്ങൾക്ക് ബുഖാരി ഇമാം എന്നൊക്കെ പറഞ്ഞാൽ ഷാഫി ഇമാമിന്റെ ഒക്കെ എത്രയോ മുമ്പിലായിരിക്കും? അല്ല,
ഈ ശാഫിഈ ഇമാമിനെ മദ്ഹബായി അംഗീകരിച്ച മഹാനാണ് ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ, ഇമാം ബുഖാരി പറയുന്നു എനിക്ക് നല്ല ഹദീസ് പാണ്ഡിത്യമുണ്ട്, ഞാൻ മുഹദ്ദിസാണ്, ഹദീസിൽ ഞാൻ നല്ല ഒരു വല്ലഭനാണ്. അത് 100 ആലിമീങ്ങളോട് ഏറ്റുമുട്ടിയിട്ട് തെളിയിച്ചു കാണിച്ചു കൊടുത്ത പാരമ്പര്യമുള്ള ഇമാമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, എന്ത് സംഗതി എനിക്ക് ഇത്രയൊക്കെ വിവരമുണ്ടെങ്കിലോ നിസ്കരിക്കുമ്പോ എങ്ങനെ റുകൂഅ് ചെയ്യണം, എങ്ങനെ സുജൂദ് ചെയ്യണം, സക്കാത്ത് എങ്ങനെ കൊടുക്കണം, അത് ഞാൻ പറയൂല. നബിയിൽ നിന്ന് കിട്ടിയ ഹദീസ് അപ്പാടെ പറയും, അത്രയേ ഉള്ളൂ. ആ ഹദീസിൽ നിന്ന് മനസ്സിലായതനുസരിച്ച് ഇങ്ങനെ സക്കാത്ത് കൊടുക്കണം എന്ന് ഞാൻ പറയൂല, ഇങ്ങനെ റുകൂഅ് ചെയ്യണമെന്ന് ഞാൻ പറയൂല. അതെനിക്ക് ഇമാം ഷാഫി പറഞ്ഞു തരണം എന്ന് പറഞ്ഞ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹിലുണ്ടോ എന്നായി ചോദിക്കണ ഇമാം ഷാഫി പറഞ്ഞതേ. അതെങ്ങനെ ഉണ്ടാവോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. വെറും വിഡ്ഢിത്തം മാത്രമാണ് ബിദ്അത്തിന്റെ അടിത്തറ. അതാദ്യം മനസ്സിലാക്കണം. ആദ്യം നമ്മൾ ഇത് മനസ്സിലാക്കാൻ. അപ്പൊ ഈ വസ്സാലിഹീൻ എന്ന് പറഞ്ഞാൽ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ കഴിച്ചിട്ട് വേറെ ഒരു സാലിഹീങ്ങളെ അവതരിപ്പിക്കാൻ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തിൽ വേറെ ആരുണ്ട്? അതുപോലെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് നമ്മളെ പരമ്പര ഇങ്ങനെ പരിശോധിച്ചാൽ മമ്പുറം തങ്ങള് വരെ എത്തുമ്പോൾ അല്ലേ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ വരെയുള്ള പരമ്പര ഇങ്ങനെ പരിശോധിക്കുമ്പോൾ സാലിഹീങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃക ഉണ്ട്. കണ്ണിയത്ത് ഉസ്താദ് കാണിച്ചു തന്ന ഒരു മാതൃക ഉണ്ട്. അതാണ് ശരിയായ സുന്നത്ത് ജമാഅത്ത്, അതാണ് ശരിയായ ദീൻ. വസ്സാലിഹീൻ, വസ്സാലിഹീൻ. അപ്പൊ അതാണ് അല്ലാഹു അനുഗ്രഹിച്ചവരുടെ റൂട്ട്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഇനി കഴിഞ്ഞില്ല, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ദുആ ഇരുന്നിട്ട് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ റൂട്ടിലേക്ക് എന്നെ ചേർത്തു തരണേ എന്ന് പറഞ്ഞതിന് മഹാന്മാരെങ്ങനെ ജീവിച്ചു, അങ്ങനെ അവരുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണം. ഇതാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ബഹുമാനപ്പെട്ട മുഹമ്മദുനിൽ മുസ്തഫ അതാ അവിടുത്തെ 52ാമത്തെ വയസ്സിൽ ഇതുപോലെ ഒരു രാത്രിയിൽ റജബ് മാസം 27-ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്റാഉം മിഅ്റാജും അള്ളാഹു നടത്തിക്കൊടുത്തപ്പോൾ, ഇസ്റാഉം മിഅ്റാജും പടച്ചോൻ നടത്തി. ആ യാത്രയിൽ മുഴുവൻ മഹാന്മാരാണ് അല്ലേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതാണ്. മാത്രമല്ല അവസരോചിതമായ ഒരു ചർച്ചയുമാണ്. എല്ലാം മഹാന്മാരാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മഹാന്മാരെ ടച്ച് ചെയ്യാതെ ഇസ്രാ മിറാജിലുണ്ടോ? നമ്മൾ നോക്ക്. ഇസ്രാ മിറാജ് ഞാനത് വിശദീകരിച്ച് പറയല്ല, അതിന്റെ ഒരു ചെറിയ രൂപം. ഇസ്രാ എന്ന് പറഞ്ഞാൽ എന്താ? മക്കത്ത് നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, മക്കത്ത് നിന്ന് പലസ്തീനിലേക്ക് പോയി. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ആ ആയത്തിലേക്കൊന്നും പോകുന്നില്ല. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ, മക്കയിലെ വിശുദ്ധ പള്ളിയിൽ നിന്നും അങ്ങേ അറ്റത്തുള്ള ആ പരിശുദ്ധ പള്ളിയിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. ഈ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയാം. മക്കത്ത് നിന്ന് പലസ്തീനിലേക്കുള്ള രാത്രി സഞ്ചാരത്തിനാണ് ഇസ്രാ എന്ന് പറയാ, രാപ്രയാണത്തിന്. അതെങ്ങനെയാ കൊണ്ടുപോയത്? മക്കത്ത് നിന്ന് ഇങ്ങോട്ട് കയറി പലസ്തീനിലാണ്ട് ഇറങ്ങി, ഇങ്ങോട്ട് പിന്നെ ഒറ്റ കയറ്റ 7-ാം ആകാശത്തേക്ക് അള്ളാനെ കണ്ട് തിരിച്ചുകൊണ്ട് പോന്നു. ഇതാണോ ഇസ്രാ മിറാജും? അല്ല. ഇസ്രാഉം മിഅ്റാജും 1-ാം തരം സ്റ്റഡി ടൂറായിരുന്നു, ഒരു പഠനയാത്രയായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇസ്രാഉം മിഅ്റാജും സമയമുണ്ടെങ്കിൽ 2 ദിവസം നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഭംഗിയായി പറയാൻ പറ്റുമായിരുന്നു. ഒന്ന് ഇസ്രാ, ഒന്ന് മിഅ്റാജ്. പക്ഷെ നമ്മൾ നിസ്കാരം എന്നുള്ള വിഷയം തെറ്റിപ്പോകുന്നു വിചാരിച്ചിട്ടാ, നേരത്തെ ഓർമ്മയില്ലാത്തത് കൊണ്ടല്ല. നിസ്കാരം എന്നുള്ള വിഷയം തെറ്റരുതെന്ന് കരുതിയിട്ടാ. ഇന്ന് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞപ്പോ അതിന്റെ ചർച്ചയായിട്ട് തന്നെ പറയാം. മഹാന്മാരുമായി ഇസ്രാ മിഅ്റാജിന്റെ ദിവസമുള്ള ബന്ധം എങ്ങനെയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ
മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബുറാക്കിന്റെ പുറത്താരംഭിച്ചു. അതിന്റെ മുമ്പ് ഉമ്മുഹാനി എന്റെ വീട് ജിബ്രീൽ വരുന്നത് അത്ഭുതം, ചുമര് മേൽക്കൂര വിള്ളുന്നത് അത്ഭുതം, ഇറങ്ങുന്നത് അത്ഭുതം, ഒക്കെ അത്ഭുതങ്ങളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കൊണ്ടുവന്ന് നെൻസ് പിളർത്തുന്നത്, ഹൃദയം പുറത്തെടുക്കുന്നത്, സംസം കൊണ്ട് കഴുകുന്നത്, ആ ഹൃദയം സംസം കൊണ്ട് കഴുകി ഈമാനും ഹിക്മത്തും അതിൽ നിറക്കുന്നത്, എന്നിട്ട് ബുറാക്കിന്റെ പുറത്ത് കയറ്റി യാത്ര തുടരുന്നു. ആ ചരിത്രങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചതാണ്. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് നേരെ എങ്ങോട്ടാ പോയത്? ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ല. അത് ഖുർആൻ പരാമർശിച്ചത് 2 എൻഡുകളാണ്. മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. അതിന്റെ ഇടയിൽ ഒരുപാട് ഇടത്താവള ലാൻഡിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അങ്ങനെ പോകുന്നതിനിടയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, നബിയേ ഇവിടെയൊന്നിറങ്ങണം. മദീനയിലെത്തുന്ന സമയത്ത് ജിബ്രീൽ പറഞ്ഞു, ഇവിടെയൊന്നിറങ്ങണം. എന്തിനാ മദീനത്തിറങ്ങുന്നത്? എന്തിനാണ് മദീനത്തിറങ്ങുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാഉം മിറാജും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രാമത്തെ വയസ്സിലാ? 52ാമത്തെ വയസ്സിലാണ് നബി തങ്ങൾ മദീനത്തേക്ക് ഹിജ്റ പോകുന്നതോ 53ലാണ്. ആ 53ൽ ഹിജ്റ പോകുമ്പോ കൊല്ലം അവിടെ എത്തുമ്പോഴേക്ക് ജൂതന്മാർ അവിടുത്തെ ഏറ്റവും വലിയൊരു ഭീഷണിയായി വരാൻ പോവുകയാണ്. ജൂതന്മാർ ഏറ്റവും വലിയൊരു ഭീഷണിയായി വരാൻ പോവുകയാണ്. എവിടെ എത്തുമ്പോ? മദീനയിലെത്തുമ്പോ. അപ്പൊ അത് പഠിപ്പിക്കാൻ, മദീനയുടെ സിറ്റുവേഷൻ പഠിപ്പിക്കാൻ, മദീനയിലെ ജൂത സാന്നിധ്യം പഠിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മദീനയിൽ ഇറക്കി അവിടേക്കൊന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ കയറ്റി, പിന്നെയും പോയി. പിന്നെ തൂരിസീനയിൽ ഇറങ്ങി. ഞാൻ ആ വിഷയങ്ങൾ വിശദീകരിക്കാതെ അങ്ങനെയാണ് പറയാം. തൂരിസീനയിൽ മദീയനിലിറങ്ങിയപ്പോ അവിടെ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ, ശുഐബ് നബിയുമായി ബന്ധപ്പെട്ട കഥ മദീയനിലാണ് കിടക്കുന്നത്. അത് പഠിച്ചിട്ട് പിന്നെ അങ്ങനെ പോവുകയാണ്. പോയിട്ട് പിന്നെ ഇറങ്ങുന്നത് എവിടെയാണ്? തൂരിസീനയിൽ ഇറങ്ങി. മൂസ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട കഥകൾ മുഴുവനും തൂരിസീനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മൂസാ നബിയെ കുറിച്ച് നല്ല ഒരു പാഠം കിട്ടി. ഒക്കെ മഹാന്മാരെ കുറിച്ചായി പഠിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ പാത അറിയാനാണ് ഈ യാത്ര. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തിറങ്ങുന്നത് ബൈത്തുൽ ലഹ്മിലാണ്. ബൈത്തുൽ ലഹ്മ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ പരിചയപ്പെടുത്തുന്ന ബത്ലഹാമിൽ യേശു ജനിച്ചു. അങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങളിലുള്ളത്, ബൈബിളിലുള്ളത്. ബത്ലഹാമിൽ യേശു ജനിച്ചു. നമ്മുടെ തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട് ഉലിദ ഈസ അലൈഹിസ്സലാം ഫീഹി. ബഹുമാനപ്പെട്ട ഉലിദ ഈസ അലൈഹിസ്സലാം ജനിച്ചത് ബൈത്തുൽ ലഹ്മിലാണ് എന്ന് രേഖപ്പെടുത്തി. അറബിയിലെ ബൈത്തുൽ ലഹ്മ് എന്ന് പറയുന്നതിനെയാണ് ഇവർ ബത്ലഹാം എന്ന് വിളിക്കുന്നത്. എന്നിട്ട് അവിടെ ജനിച്ചു. അവിടെ എന്തൊക്കെ അത്ഭുതങ്ങളെ അല്ലേ? മറിയം ബീവിക്ക് ഗർഭം ഉണ്ടാകുന്നത്, ആണ് തൊടാതെ ഗർഭം ഉണ്ടാകുന്നത്. എന്നിട്ട് അതിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന മറിയം ബീവിയോട്, പേടിക്കേണ്ട മറിയമേ, എല്ലാറ്റിനും മറുപടി നിങ്ങൾ മൗനവ്രതം ആചരിച്ചാൽ മതി, ബാക്കി കാര്യം നിങ്ങളുടെ കുട്ടി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ സംഭവം. പ്രസവിച്ച ഉടനെ തിന്നാനെവിടെ, കുടിക്കാനെവിടെ? വിഷമിക്കണ്ട മറിയമേ, തൊട്ടടുത്തുള്ള ഉണങ്ങിയ ആ ഈത്തപ്പന മരം പിടിച്ചൊന്ന് കുലുക്കിയാൽ മതി, തൊട്ടടുത്തുള്ള അരുവിയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. ഇങ്ങനെ അള്ളാഹു പറഞ്ഞു കൊടുത്തില്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? അപ്പൊ ഈ ചരിത്രമൊക്കെ വിശുദ്ധ ഖുർആനിൽ വായിച്ച, വിശുദ്ധ ഖുർആനിൽ ഇതൊക്കെ ഓതിയ, ഈ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കിയ മുത്തുനബിയെ ബൈത്തുൽ ലഹ്മിൽ ഇറക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുത്തുനബി ചോദിക്കുകയാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട്. അന്ന് ജിബ്രീൽ എന്ന മാലാക്കയാണ്, ജിബ്രീൽ എന്ന മലക്കാണ് ബഹുമാനപ്പെട്ട മറിയം ബീവിക്ക് ഈ സന്തോഷ വാർത്തയുമായിട്ട് വന്നത്. നിങ്ങൾ ഗർഭിണിയാകാൻ പോവുകയാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാം മറിയമിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവത്തിലെ കഥാപാത്രമായ ജിബ്രീലാണ് മുത്തുനബിയുടെ ഗൈഡ്, വഴികാട്ടി. ആ ഗൈഡിനോട് ചോദിച്ചൂടെ, എവിടെയായിരുന്നു മറിയം ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാമിനെ പ്രസവിച്ചത്? എവിടെയായിരുന്നു ആ ഉണങ്ങിയ ഈത്തപ്പന മരം ഉണ്ടായിരുന്നത്? ഏതായിരുന്നു അന്ന് മറിയം ഇറങ്ങി വെള്ളം കുടിച്ചിരുന്ന കൊച്ചരുവി? ചോദിച്ചാൽ ഇങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഗൈഡല്ലേ ഒപ്പമുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്നത്തെ രാത്രിയുടെ മഹത്വം നമ്മൾ അറിയണം. ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഇതുപോലെ ഒരു രാത്രിയായിരുന്നു. ഇതൊക്കെ നടന്നിരുന്നത്. അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന ആളാണ് ഒപ്പുള്ളത്. പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ ഇറങ്ങി, പിന്നെ പള്ളി കയറി, ഫലസ്തീനിലെത്തി, ബൈത്തുൽ മുഖദ്ദസിൽ കയറി 1,24,000 നബിമാർക്ക് ഇമാമായി നിസ്കരിച്ചു. പിന്നെ അവിടുന്ന് ആകാശത്തേക്ക് കുതിക്കണം. ഇതാണ് മിഅ്റാജ്. ആകാശത്തേക്ക് പോകുന്ന പോക്കാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മിഅ്റാജ്.
ആകാശത്തേക്ക് പോകുന്ന പോക്കാണ് മിഅ്റാജ്. എന്താ മിഅ്റാജ്? ആകാശാരോഹണം. അതുവരെ ബുറാക്കിന്റെ പുറത്താ പോയത്. പിന്നെ ബുറാക്ക് കഴിഞ്ഞു, പിന്നെ ഒരു കോണി, ഒരു യാന്ത്രിക കോണി ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. അതിൽ കയറി നിന്നു. ലിഫ്റ്റ് സമ്പ്രദായം, ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലിഫ്റ്റ് സൗകര്യം മുഹമ്മദ് റസൂലുള്ളാഹി അന്ന് അനുഭവിക്കുക. പൊങ്ങി അങ്ങ് പോയി. 32 കിലോമീറ്റർ മേലോട്ട് വായുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് പ്രശ്നം. അത് തന്നെ പോകാൻ കഴിയില്ല മനുഷ്യന്. 10, 12, 13, 14 കിലോമീറ്റർ. നല്ല ആരോഗ്യമുള്ളവന്, പ്രതിരോധ ശേഷിയുള്ളവന് അത്രേ പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടായി ആ മുബത്തദീങ്ങൾക്ക് ഇത് പറഞ്ഞാലും ഇങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാത്തത്. പക്ഷെ അവരോട് നമുക്ക് ചോദിക്കാൻ കുറെ ചോദ്യങ്ങളുണ്ട്. അവർ യുക്തിവാദികളാണ് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരികയാണെങ്കിൽ അന്ന് നമുക്ക് അവരോട് ചോദിക്കാം. മതത്തിനകത്തുള്ള യുക്തിവാദികളാണ് അവർ, അങ്ങനെ തന്നെ പറയണം. യുക്തിക്ക് യോജിക്കുന്നത് മാത്രം അംഗീകരിക്കാം. അവരോടൊരു ചോദ്യം ചോദിക്കാം. ഈ റസൂലുള്ളാഹിയുടെ ഉപ്പാപ്പ ആദം അലൈഹിസ്സലാം, അബുൽ ബശർ, മനുഷ്യരുടെ പിതാവ് ആദം നബി എവിടെയായിരുന്നു അള്ളാഹ് സൃഷ്ടിച്ചിരുന്നത്? മലക്കുകളെ ഇരുത്തിയിട്ട് വിജ്ഞാന ടെസ്റ്റ് നടത്തിയില്ലേ? കുറെ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പേര് ചോദിച്ചല്ലോ. എന്നിട്ട് ആദം നബി ജയിച്ചല്ലോ ആ വിജ്ഞാന ടെസ്റ്റില്. അത് എവിടെ വെച്ചാ നടന്നത്? ഭൂമിയിലല്ല, നമ്മളെ പറമ്പിൽ വെച്ചിട്ടല്ല നടന്നത്, അർശിന്റെ ചുവട്ടിൽ വെച്ചിട്ടാ നടന്നത്. എങ്ങനെ ആദം നബി അന്ന് അവിടെ ശ്വസിച്ചു? ചോദ്യം ചോദിക്കും ഇവരോട്. എവിടെന്ന് ആദം നബിക്ക് ഓക്സിജൻ കിട്ടിയത്? ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരുന്നു ഊരയില്? എന്താ ഈ പറയുന്നത്? ഓക്സിജൻ സിലിണ്ടർ കെട്ടിത്തൂക്കിയായിരുന്നു ആദമിനെ അവിടെ സൃഷ്ടിച്ചിരുന്നത്. അല്ലാഹുവിൻ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞ പടച്ചോന്റെ ഖുദ്റത്തിനെയല്ലേ ഇവിടെ നിഷേധിക്കുന്നത്? ആദം നബി അലൈഹിസ്സലാം ആകാശത്ത് ജീവിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഇന്നും ജീവിക്കുന്നത് ആകാശത്താണെന്ന് മാപ്പിളമാര് മുഴുവനും വിശ്വസിക്കുന്നു. അല്ലേ? മനഃപൂർവ്വം പറഞ്ഞതാ. മാപ്പിളമാര് മുഴുവനും അത് വിശ്വസിക്കുന്നു. കാരണം ഈ പറയുന്ന കക്ഷിയും വിശ്വസിക്കുന്നു ഈസാ നബി ആകാശത്ത് ജീവിക്കുക. എവിടുന്നാണാവോ ഈസാ നബിക്ക് ഓക്സിജൻ കിട്ടുന്നത്? അല്ലേ? എന്താ ഈ പറയുന്നത്? എന്നാലൊരു ചോദ്യം. ആ ഈസാ നബിയേക്കാൾ അഫ്ളലായ, ആ ആദം നബിയേക്കാളൊക്കെ അഫ്ളലാണ് എന്ന് ഇസ്ലാം മതം തറപ്പിച്ച് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് മാത്രം ഓക്സിജൻ ഇവര് കൊടുത്തിട്ട് വേണോ? എന്താ ഈ പറയുന്നത്? എങ്ങനെ ആകാശത്തേക്ക് കയറി പോകാം? അള്ളാഹു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ എന്താ പ്രയാസം? ഏതാവട്ടെ, ആകാശത്തെത്തുമ്പോ ഒന്നാം ആകാശത്ത് കാണുന്നു ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം. രണ്ടാം ആകാശത്ത് കാണുന്നു നബിയുല്ലാഹി ഈസാ, നബിയുല്ലാഹി യഹ്യാ. മൂന്നാം ആകാശത്തെത്തുമ്പോ അവിടെ സ്വാഗതം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും ആരാണ്? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. നാലാം ആകാശത്തെത്തുമ്പോ നബിയുല്ലാഹി ഇദ്രീസ്. അഞ്ചാം ആകാശത്ത് നബിയുല്ലാഹി ഹാറൂൻ. ആറാം ആകാശത്ത് നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ. ഏഴാം ആകാശത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഏഴാകാശത്ത് 8 നബിമാരെ കണ്ടു. 1,24,000 നബിമാരിലെ ഒരു 8 മാത്രം കാണാൻ കാരണം എന്താ? ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നത് മഹാന്മാരുടെ സാന്നിധ്യമാണ്. ഇസ്രാ മിറാജ് മുഴുവൻ മഹാന്മാർ റസൂലുള്ളാഹിന്റെ ഒപ്പം ഇങ്ങനെ വരിക. മഹാന്മാർക്ക് നബിയോട് പലതും പറയാനുണ്ട്. അത് മുഴുവനും കേട്ടു. അതൊക്കെ നബിക്ക് അതിന്റെ ഉപകാരവും കിട്ടി. ഓരോ ആകാശത്തും എന്തുകൊണ്ട് ഇവരെ കണ്ടു എന്ന് ഇസ്മായിലുൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹുൽ ബയാൻ വിശദീകരിക്കുന്നു. ഒന്നാം ആകാശത്ത് ആദം നബിനെ കണ്ടു. എന്തേ കാരണം? മഹാന്മാരിൽ നിന്ന് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ആദം നബിയിൽ നിന്ന് ധാരാളം കിട്ടാനുണ്ട്. കാരണം എന്താ? അവിടുന്ന് മനുഷ്യ ലോകത്തിന്റെ തുടക്കമാണ്. അവ്വലുൽ അംബിയ ആണ്, അവ്വലുൽ ബശറാണ്, അവ്വലുൽ അംബിയാഉമാണ്. അല്ലേ? ഒന്നാമത്തെ നബിയാണ്, ഒന്നാമത്തെ മനുഷ്യനുമാണ്. പ്രബോധന ഫീൽഡിൽ ഇറങ്ങുന്ന നബിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്തെല്ലാം മാർഗങ്ങൾ അവിടുന്ന് പഠിപ്പിക്കാനുണ്ടാകും? ആദം നബി അലൈഹിസ്സലാമിന് അനുകൂലവും പ്രതികൂലവുമായ നിലപാടുകളെ കുറിച്ച്, ദഅവത്തിന്റെ ഫീൽഡിലെ നിലപാടുകളെ കുറിച്ച് പറയാൻ കഴിയുന്ന മഹാനല്ലേ ആദം നബി അലൈഹിസ്സലാം. ഇത് കഴിഞ്ഞ് രണ്ടാം ആകാശത്തേക്ക് പോകുന്നു. മഹാന്മാരുടെ ആ സാന്നിധ്യം മാത്രമേ പറയുന്നു. ഈ സ്വർഗത്തിന്റെ ചിത്രങ്ങൾ കുറെ കണ്ടിട്ടുണ്ട് ഒന്നാം ആകാശത്ത് വെച്ച്. അതിലേക്കൊന്നും ഇപ്പൊ വരുന്നില്ല. കാരണം ഇസ്രാ മിറാജും ഇവർക്കല്ല. ഇതിന്റെ ഇടയെ വന്നപ്പാട് പറഞ്ഞതാണ്. രണ്ടാമത്തെ ആകാശത്ത് ചെന്നപ്പോ കാണുന്നത് യഹ്യാ വ ഈസാ അലൈഹിമസ്സലാം. ഈസാ നബി യഹ്യാ നബി രണ്ടാളും കുടുംബക്കാരാണ്. ഏതായാലും രണ്ടാളെയും കണ്ടു. എന്താ ഈ രണ്ടാളെയും കാണാൻ കാരണം? ഇസ്മായിലുൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, പ്രധാനമായും അതിന്റെ കാരണം നബി തങ്ങൾ 52 ലാപ്പുള്ളത്.
53 അടുത്ത കൊല്ലം മദീനത്തേക്ക് പോകും. മദീനത്തേക്ക് പോകുമ്പോ അവിടുത്തെ സാഹചര്യം മാറും. ഏറ്റവും വലിയ ഭീഷണി ജൂതന്മാരാകാൻ പോവുകയാണ്. അപ്പൊ ജൂതന്മാരുടെ ചതിപ്രയോഗങ്ങളെ കുറിച്ച് നബിയെ കരുതണം. ജൂതന്മാര് പറ്റിക്കൂട്ടോ, അവര് ചതിക്കൂട്ടോ, ഇത് പറഞ്ഞുകൊടുക്കാൻ ജൂതന്മാരോട് പയറ്റിത്തെളിഞ്ഞ 2 നബിമാർ. ജൂതന്മാരുടെ മുഴുവൻ കളികളും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന 2 നബിമാർ. ഒന്ന് ഈസ, മറ്റൊന്ന് യഹ്യ. ഒരാള് ജൂതന്മാരാൽ കൊല്ലപ്പെട്ട് ഷഹീദായി പോയ ആളാണ്. ആര്? യഹ്യ നബി അലൈഹിസ്സലാം. ഒരാളെ ജൂതന്മാർ കൊല്ലാൻ നോക്കിയപ്പോഴേക്ക് അള്ളാഹ് കൊടുക്കാതെ ആകാശത്തേക്ക് പൊക്കിക്കൊണ്ടുപോയി ഈസ അലൈഹിസ്സലാം. ഏതായാലും ജൂതന്മാരുടെ മുഴുവൻ കള്ളക്കളിയും അവരുടെ മുഴുവൻ തട്ടിപ്പുകളും അവരുടെ ചതിപ്രയോഗങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മഹാന്മാരാണ് 2ാം ആകാശത്ത് കാത്തിരുന്നത്. കണ്ട നിങ്ങള്, മഹാന്മാരുടെ റൂട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി കിട്ടുന്നു. 3ാം ആകാശത്തേക്ക് ചെന്നപ്പം അവിടെ ഇരിക്കുന്നത് തന്നെ സ്വാഗതം ചെയ്യാൻ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം എന്തിനു കാത്തിരിക്കുന്നു? യൂസുഫ് നബിക്ക് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? നബിയെ, തങ്ങളെ ഉറ്റവരെയും ഉടയവരെയുമാണ് കേട്ടോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കരുതേണ്ടത്. പുറമക്കാരെയല്ല പേടിക്കേണ്ടത്, സ്വന്തക്കാരെയാണ്. അത് യൂസുഫ് നബിക്ക് ശരിക്കും പറയാൻ കഴിയും. കാരണം ഇക്കാക്കമാരാണല്ലോ യൂസുഫ് നബിയോടുള്ള ദുൽമ മുഴുവനും ചെയ്തത്. ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടു, പിന്നെ അതൊരു വല്ലാത്ത യാത്രയായി, പിന്നെ സുലൈഹയുടെ പീഡനമായി. ബഹുമാനപ്പെട്ട യൂസുഫ് നബി ദ്വാരന്ന് ജയില് വാങ്ങി, തടവറ വാങ്ങി. തടവറയിൽ അള്ളാഹ് മോചനം കൊടുത്തത് നേരെ മിസ്റിന്റെ രാജകസേരയിലേക്ക്. തന്നോട് അരുതാത്തത് ചെയ്ത ഇക്കാക്കമാര് രാജാവായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്ന്, പ്രതാപത്തിലിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്ന് അരിക്കു വേണ്ടി യാചിക്കുമ്പോൾ യൂസുഫ് ഇത് തന്റെ ഒരു കാലത്ത് തന്നോട് മറക്കാൻ കഴിയാത്ത ക്രൂരതകൾ ചെയ്ത ഈ കാക്കമാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും യൂസുഫ് നബി അലൈഹിസ്സലാം അന്ന് അവരോട് കാണിച്ച മാതൃക എന്താണ്? ലാ തസ്രീബ അലൈക്കുമുൽ യൗം. മക്കളെ, ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല. ഇക്കാക്കമാരെ, നിങ്ങളോട് പ്രതികാരമല്ല. നിങ്ങൾ ഉമ്മാനും വാപ്പാനും ഒക്കെ കൂട്ടി ഇങ്ങോട്ട് പോരി, നമുക്ക് രാജകീയമായി ഇവിടെ ജീവിക്കാം. അവർക്ക് പൊതുമാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. നബി തങ്ങളോട് യൂസുഫ് നബി അലൈഹിസ്സലാം 3ാം ആകാശത്ത് വെച്ച് പറഞ്ഞത് ഇത് തന്നെയായിരിക്കും. ഇസ്മായിൽ നബി പറയാണെന്ത്? സ്വന്തക്കാരെ പേടിക്കണം, അവർ തങ്ങളെ ആട്ടിയോടിക്കും. എന്നെ നാട് കടത്തിയതുപോലെ നാട് കടത്തും. പിന്നെ നിങ്ങൾ മുഴുവൻ പ്രതാപവും നേടി, പൂർവോപരി ശക്തി നേടി അവരിലേക്ക് തിരിച്ചു വരും. അവരെ അടിച്ചമർത്താൻ മാത്രം ശേഷിയുണ്ടാകുമ്പോ അവർ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ആലില പോലെ വിറക്കുമ്പം നബിയെ, തങ്ങൾ അവർക്ക് പൊതുമാപ്പ് കൊടുക്കണം. ഞാൻ കൊടുത്തതുപോലെ ലാ തസ്രീബ അലൈക്കുമുൽ യൗം പറയണം. അന്നത്തെ 3ാം ആകാശത്തെ ഈ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മുത്തുനബിയുടെ ജീവിതത്തില് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രായോഗികമായതാണ്. മക്കം ഫതഹ് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കഅബ വൃത്തിയാക്കി, കഅബയുടെ മുറ്റത്ത് കഅബ വൃത്തിയാക്കി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഗ്രഹങ്ങളൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കിയതിന്റെ ശേഷം നബി തങ്ങൾ പ്രധാന പ്രഭാഷണം നടത്തുകയാണ് കഅബയിൽ. ആ വിജയാഹ്ലാദ പ്രഭാഷണം നടത്തുന്ന സമയത്ത് മുന്നിൽ നിന്ന് ആലില പോലെ വിറക്കുന്ന ഖുറൈശി തമ്പ്രാക്കന്മാരോട് ചോദിച്ചു, ഇന്ന് ഞാൻ നിങ്ങളോട് എന്തൊരു സ്റ്റാൻഡാണ്, എന്തൊരു നിലപാടാണ് സ്വീകരിക്കുക എന്നാണ് നിങ്ങളുടെ വിചാരം എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, അന്ത അഹുൻ കരീം വബ്നു അഖിൻ കരീം. മുഹമ്മദേ, നീയും നിന്റെ വാപ്പയും മോശക്കാരനല്ല, നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തതിനനുസരിച്ച് നീ എന്ത് ചെയ്താലും അതൊന്നും ഏറെ ആവൂല, പക്ഷെ നിങ്ങൾ വലിയ മാന്യന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സോപ്പിൽ വീണതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖൂലു ലക്കും കമാ ഖാല അഖീ യൂസുഫ്. ആ ചരിത്രത്തിൽ കാണാം, അഖൂലു ലക്കും കമാ ഖാല അഖീ യൂസുഫ്. ഫുതുഹാത്തുൽ മക്കിയയിലെ ഇബാറത്ത് ഇങ്ങനെയാണ്, അഖൂലു ലക്കും കമാ ഖാല അഖീ യൂസുഫ്. എന്റെ ജ്യേഷ്ഠ സഹോദരൻ യൂസുഫ് നബി അന്ന് തന്റെ സ്വന്തക്കാരോട്, തന്നോട് അരുതാത്തത് ചെയ്ത സ്വന്തക്കാർ മുഴുവൻ പ്രതാപവുമുള്ള യൂസുഫ് നബിയുടെ മുമ്പിൽ നിന്ന് വിറക്കുമ്പോ യൂസുഫ് നബി പറഞ്ഞ അതേ വാക്ക് എന്റെ കുടുംബക്കാരെ ഞാൻ നിങ്ങളോട് തിരിച്ചു പറയാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല, പൊതുമാപ്പ്, പൊതുമാപ്പ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
മഹാന്മാരുടെ ആ പാത സ്വീകരിച്ചതുകൊണ്ടല്ലേ റസൂലുള്ളാഹിക്ക് വിജയിക്കാൻ പറ്റിയ ആ പൊതുമാപ്പ് എത്രമാത്രം ഗുണം ചെയ്തു അല്ലേ? അതിൽപ്പെട്ട ആളുകളും മുസ്ലിമായി എന്നല്ലേ? അതിൽപ്പെട്ടവർ പോലും മുസ്ലിമായല്ലോ. വല്ലാത്ത സംഭവമല്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത്. അങ്ങനെ പോയിട്ട് നാലാനാകാശത്തേക്ക് കയറുമ്പോൾ നാലാനാകാശത്ത് വെച്ച് കാണുന്ന ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ നാലാനാകാശത്ത് വെച്ച് കാണാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഇസ്രാ മിറാജ് നമ്മളൊരു വിഷയമുണ്ട്. ഇതില് സാധാരണ എന്ത് ചെയ്യും, ഉസ്താദുമാര് പള്ളിയിൽ എല്ലാ കൊല്ലവും ഒരു വയലുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒറ്റ കയറ്റും ഒറ്റ ഇറക്കുമായിരിക്കും. കാരണം നമുക്ക് അത്രയേ ഉണ്ടാവുള്ളൂ. കാരണം ജുമാന്റെ ശേഷമുള്ള പ്രസംഗം ഇത് ഇത്ര വിശദമായിട്ടൊന്നും പറയുകയാണെങ്കിൽ അതിന് ഇരിക്കാവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഒന്നാനാകാശം രണ്ടാനാകാശം 7 ആകാശം എന്ന് പറഞ്ഞിട്ട് ഇത് അവിടെയൊക്കെ പോയി തിരിച്ചു വന്നു എന്ന് പറയും. അത്രയും പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ്. എന്നാൽ ഇത് അങ്ങനെ ഒരു യാത്രയല്ല. ഇത് ഇടയ്ക്ക് ഇറങ്ങി കയറിയൊക്കെ പോകുന്ന ഇടത്താവള ലാൻഡിങ്ങുകളുള്ള ഒരു യാത്രയാണ്. കേരള യാത്ര നടന്നു കാസർഗോട്ട് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്താണ് അവസാനിക്കുക. അവിടുന്ന് ഉസ്താദ് വണ്ടിയാണ് കയറി ഇവിടെ ഇറങ്ങിയേക്കല്ല. അതിൻ്റെ ഇടയിൽ കുറെ സ്വീകരണ കേന്ദ്രങ്ങൾ ഉണ്ടാവും. എന്നതുപോലെയാണ് ഒരുപാട് സ്വീകരണ കേന്ദ്രങ്ങൾ. നമ്മളിപ്പോ ഈ പരിചയപ്പെടുന്നൊക്കെ സ്വീകരണ കേന്ദ്രങ്ങളാണ് റസൂലുള്ളാഹിക്ക്. എന്നിട്ട് ഹബീബായ റസൂലുള്ള നാലാനാകാശത്ത് ചെന്നപ്പോ അവിടെ ഇരിക്കുന്നു ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇദ്രീസ്. എന്താണ് ഇദ്രീസ് എന്ന മഹാനെ കാണിച്ചു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരിൽ നിന്നും പകർത്തിയെടുക്കാനുള്ള മാർഗം എന്താണ്? അവിടെ നിന്ന് എന്ത് കിട്ടും? കിട്ടാനുണ്ട്. ദഅവത്തിന്റെ ഫീൽഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് പേന അല്ലേ? പ്രബോധന ഫീൽഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ് പേന, എഴുത്ത്. ഇന്നും നോക്കുങ്ങൾ എഴുത്തും പ്രസംഗവുമാണ് ദീനിനെ പിടിച്ചു നിർത്തുന്നത്, പ്രബോധന മേഖലയെ സമ്പന്നമാക്കുന്നത്. ഒന്ന് എഴുത്തും മറ്റൊന്ന് പ്രസംഗവുമാണ്. അപ്പൊ എഴുത്തും പ്രസംഗവും ജോറായിരിക്കണം. അതിവിടെ എന്നും സംരക്ഷിക്കപ്പെടണം ദഅവത്തിന്റെ മേഖലയിൽ. അതിന് എഴുത്തിന്റെ ഗുണവും ദോഷവും പറഞ്ഞു കൊടുക്കാൻ, അതിന്റെ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞു കൊടുക്കാൻ, പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞു കൊടുക്കാൻ ആർക്കാ കഴിയാം? മറുപടി സിമ്പിളാണ്. ആർക്ക് കഴിയുമെന്ന ചോദ്യത്തിന് മറുപടി സിമ്പിളാണ്. എന്താണ് ആർക്കാ കഴിയാന്ന് ചോദിച്ചാൽ, ആദ്യമായി മനുഷ്യലോകത്ത് പേന പിടിച്ചെഴുതിയ ആ എഴുത്തുവല്ലഭനാണ് അതിന്റെ ആള്. ആദം നബി അലൈഹി ഇസ്ലാം എഴുതിയിട്ടില്ല, ശീസ് നബി അലൈഹി ഇസ്ലാം എഴുതിയിട്ടില്ല, അവരൊന്നും എഴുതിയിട്ടില്ല. ഇദ്രീസ് നബിയാണ് ലോകത്ത് ആദ്യമായിട്ട് പേന എടുത്ത് എഴുതി നോക്കിയത്. അല്ലമ ബിൽ ഖലം എന്ന് പറഞ്ഞ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. ഇതിന്റെ തഫ്സീറിലും കാണാം, സ്വഹീഹായ ഹദീസിലും ഉണ്ട്. അവ്വലു മൻ ഖത്ത ഇദ്രീസ്, അവ്വലു മൻ കതബ ഇദ്രീസ്. അങ്ങനെയൊക്കെ പല ഹദീസുകളും കാണാം. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ലോകത്ത് എഴുതിയത് ഇദ്രീസ് നബി അലൈഹി സ്വലാം. പിന്നെ എന്ത് ചെയ്തു? 5ആനാകാശത്ത് എന്നപ്പോ അവിടെ കാണുന്നത് ഹാറൂൻ നബിയാണ്. ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ പ്രത്യേകത എന്താ? എഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സ്വാധീനമുള്ള, അടുത്ത വിഷയം ഒപ്പത്തിനൊപ്പം നീങ്ങുന്ന സ്വാധീനമുള്ള ഒരു മാധ്യമമാണ് പ്രബോധന ഫീൽഡിൽ പ്രസംഗം അല്ലേ? പലരുടെയും പ്രസംഗങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളെയും പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പലരുടെയും പ്രസംഗങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളെയും ഉപ്പുവച്ച കലം പോലെയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇല്ലായ്മ ചെയ്യാനും വളർത്താനും ഒക്കെ പ്രസംഗങ്ങൾക്കും പേനകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രസംഗം വലിയൊരു കലയാണ്. ഈ കലയിലെ ഏറ്റവും പേരെടുത്ത മഹാനായി വളരാനുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. അതുകൊണ്ട് ആ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ആ വിഷയത്തിൽ ഒരു കോച്ചിങ് കൊടുക്കാൻ ആരാ നല്ലത്? നബിമാരുടെ കൂട്ടത്തിൽ പ്രഭാഷണ കലയിൽ തെളിഞ്ഞ മഹാൻ അതാരാണ്? നബിയുല്ലാഹി ഹാറൂൻ. മൂസ നബി എന്ന് പറഞ്ഞില്ലേ, ഹുവ അഫ്സഹു മിന്നി. മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്റെ ഇക്കാക്കാക്ക് നല്ല വാചാലതയാണ് പടച്ചോനെ, അദ്ദേഹത്തെയും കൂടെ എന്റെ ഒപ്പം നബിയാക്കി തന്ന വയല് മൂപ്പരും പറഞ്ഞോളൂല്ലോ അല്ലേ? കാരണം ഈ വയല് പറഞ്ഞ് പിടിച്ചു നിർത്തുക ചെറിയ സംഗതിയൊന്നുമല്ല. നമ്മുടെ ഈ പ്രസ്ഥാനമൊക്കെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടിരുന്ന കാലത്ത് അല്ലെ, നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്നെന്ന് എനിക്കൊന്നും വേണ്ടതുപോലെ ഓർമ്മല്ല. പക്ഷെ മുമ്പിലുള്ള ആളുകൾക്കറിയാം അല്ലെ, ബഹുമാനപ്പെട്ട അണ്ടോണ ഉസ്താദിന്റെ ഒക്കെ പ്രഭാഷണങ്ങൾ ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തിയത് തെല്ലൊന്നുമല്ല അല്ലേ? അതുപോലെ തന്നെ ആ പിളർപ്പിന്റെ കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്താൻ ഒരുപാട് പടുകൂറ്റൻ പ്രഭാഷകർ,
ഒരുപക്ഷെ ഇന്ന് അവർക്ക് അർത്ഥവും അവർക്ക് പേരും പ്രശസ്തിയും ഒന്നും ഒരുപക്ഷെ നമ്മൾ കണ്ടില്ലെന്ന് വന്നേക്കാം. ബഹുമാനപ്പെട്ട കീലത്ത് മുഹമ്മദ് മാഷ പോലെയുള്ള ആളുകളെയൊക്കെ എടുത്തു പറയേണ്ടവരാണ് ആ കൂട്ടത്തിൽ. അവരൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ബഹുമാനപ്പെട്ട അണ്ടോൻ ഉസ്താദിന്റെ ദർജ അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷണത്തിന് വലിയ സ്വാധീനമുണ്ട്. അപ്പൊ ആ പ്രഭാഷണ കലയിൽ തെളിഞ്ഞ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ 5-ആകാശത്ത് കിട്ടുമ്പോ 6-ആകാശത്ത് കണ്ടുമുട്ടുന്നത് കലീമുല്ലാഹി മൂസാ. എന്താ മൂസാ നബി അലൈഹിസ്സലാമിന് 6-ആകാശത്ത് കാണാൻ കാരണം? നബിയുമായി ഇത്രയേറെ ബന്ധമുള്ള വേറെ ഒരു നബിയില്ല. ഞാൻ അങ്ങനെയാ പറയുന്നത് അല്ലെ. പ്രബോധന ഫീൽഡിൽ സഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു മോഡൽ പറയാൻ, നബിയെ പ്രബോധന രംഗത്തൊരു ഒരു റോൾ മോഡലായി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നബി ഉണ്ടെങ്കിൽ അതാരാണ് തിരുനബിക്ക്? അത് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമാണ്. കാരണം മറ്റു നബിമാരെയൊക്കെ അനുയായികൾ വെറുപ്പിച്ചിട്ടില്ല, എന്നും എതിരാളികളാ വെറുപ്പിച്ചത്. അതേസമയം ബഹുമാനപ്പെട്ട മൂസാ നബിക്ക് അങ്ങനെയല്ല, എതിരാളികളും എതിരായിരുന്നു, അനുയായികളും എതിരായിരുന്നു. എന്താണ്? അനുയായികൾ ഇങ്ങനെ മൂക്കുകൊണ്ട് ഇങ്ങനെ കല്ലെടുപ്പിക്കുകയായിരുന്നു. ഒരു വല്ലാത്ത കൗമായിരുന്നു. ഇല്ല, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമിന് നല്ലൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ഉടുത്തേ കുളിക്കുള്ളൂ. ഈ നാട്ടിൽ ഒരൊറ്റൊന്നും ഉടുത്തു കുളിക്കൂല. മൂസാ നബി അലൈഹി ഇസ്ലാം ഉടുത്തേ കുളിക്കുള്ളൂ. ആ നാട്ടുകാരുടെ സ്വഭാവമായിരുന്നു. അവരിപ്പോ അവിടെ പുഴയിൽ ഇറങ്ങി കുളിക്കണമെങ്കിൽ ഇവിടുന്ന് 1/2 കിലോമീറ്റർ പുറത്ത് തന്നെ വല്ലോ തുണിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒലങ്ങനെ പോകും. അവർക്ക് വിഷയമല്ല, അങ്ങനെ ഒരു സംസ്കാരമാണ്. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം ഉടുത്തേ കുളിക്കുള്ളൂ. ഉടുത്തു കുളിച്ചാൽ തന്നെ ആളില്ലാത്തവരുന്നേ കുളിക്കുള്ളൂ. ഇങ്ങനെ 2 പ്രത്യേകത ഉണ്ട്. അപ്പൊ ഇവര് പറഞ്ഞു, മൂസക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, കാണാൻ പറ്റാത്ത എന്തോ ഒരു രഹസ്യ രോഗമുണ്ട്. ഇവര് പറഞ്ഞുണ്ടാക്കി. ഇതാരാ അറിയോ? സത്യനിഷേധികളെ പറ്റിയല്ല ഈ പറഞ്ഞത്, ഒപ്പുള്ളവര് പറഞ്ഞത്. ഇസ്രായേല്യര് പറഞ്ഞുണ്ടാക്കിയ കാര്യമാണ്, കിബിത്തികളല്ല. വിശ്വസിച്ചവരെന്ന് പറഞ്ഞു ഒപ്പം നിൽക്കുന്നവർ പറഞ്ഞുണ്ടാക്കിയതാണ്. ഇന്നും തിരുനബിയെ ഇല്ലാത്തത് പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വൃത്തികെട്ട മനുഷ്യന്മാരെ ഇന്നും നമുക്ക് കാണാം. അവര് ഈ പ്രസ്ഥാനത്തിനകത്താണ് എന്ന് കാനേശുമാരി മാപ്പിളമാരുടെ കൂട്ടത്തിൽ അവരെ എണ്ണുന്നുണ്ട്. അതിലാ നമുക്ക് സങ്കടം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൂസാ നബിയെ ഒന്ന് കാണേണ്ടതുണ്ട്. അതുകൊണ്ടല്ലേ അള്ളാഹ് പറഞ്ഞത് ലാ തകും ഫി മിരിയത്തിൻ മിൻ ലിഖായി. നബിയെ തങ്ങൾ മൂസാ നബിയെ കാണേണ്ടി വരും, സംശയിക്കണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? 6-ആകാശത്ത് വെച്ച് മേറാജിന്റെ രാത്രിയിൽ മൂസാ നബിയെ കാണേണ്ടി വരും എന്നാണോ? അങ്ങനെയാണെങ്കിൽ 5-ആകാശത്ത് ഹാറൂൻ നബിയെ കണ്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ആദം നബിയെ കണ്ടിട്ടില്ലേ? ഇബ്രാഹിം നബിയെ കണ്ടിട്ടില്ലേ? ഇദ്രീസ് നബിയെ കണ്ടില്ലേ? എന്താ ഈ മൂസാ നബിക്ക് മാത്രം പ്രത്യേകത? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ട് പറഞ്ഞു, ആ തഫ്സീർ ശരിയാണ്. കാരണം 6-ആകാശത്ത് വെച്ച് മൂസാ നബിയെ കണ്ട സ്ഥിതിക്ക് മേറാജിന്റെ രാത്രി കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു പറഞ്ഞാലും അത് ശരിയാണ്. പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം ബഹുമാനപ്പെട്ട റാസിമാൻ പറയാ ഒന്നും കൂടെ വിശാലമായ അർത്ഥം, മൂസാ നബിയെ നിങ്ങൾ കാണുന്നു പറഞ്ഞാൽ നിങ്ങളിലൂടെ ഒരു മൂസായെ നിങ്ങൾ കാണും. മൂസാ നബി അനുഭവിച്ചതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. നിങ്ങൾ മൂസാ നബിനെ കാണേണ്ടി വരും എന്ന് പറഞ്ഞാൽ മൂസാ നബി അനുഭവിച്ചതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ് അതിന്റെ അർത്ഥം. മൂസാ നബിനെ എതിരായികളും അനുയായികളും വിഷമിപ്പിച്ചു. അതേ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും. അതാണ് ഈ സമൂഹം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമൂഹം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാ, മുത്തുനബിയെ വേദനിപ്പിക്കുന്നു. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ. കണ്ടോ? ഖുർആനാണ്. ഓ മുഅ്മിനീങ്ങളെ, യാ അയ്യുഹന്നാസ് അല്ല, യാ അയ്യുഹല്ലദീന ആമനൂ. മാപ്പളാര് എന്ന് പറയുന്നവരെ വിളിച്ചിട്ടല്ല പറയാണ്, ലാ തകൂനൂ, നിങ്ങളാവരുത് കല്ലദീന ആദൗ മൂസാ, മൂസയെ ശല്യം ചെയ്തവരെ പോലെ ആകരുത്. മൂസാ നബിന്റെ അനുയായികൾ മൂസാ നബിനെ ശല്യം ചെയ്തു. അതേമാതിരി നിങ്ങളെ നബിനെ ശല്യം ചെയ്യരുത് കേട്ടോ, ഇല്ലാത്തത് പറയരുത് കേട്ടോ. ഇവര് പറഞ്ഞുണ്ടാക്കി. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാം ഒരിക്കൽ ആരും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് ഒരിക്കൽ കുളിക്കാൻ ഇറങ്ങി മുണ്ടുടുത്തിട്ട് തുണി അവിടെ അഴിച്ചു വെച്ചു. കുളിക്കുമ്പോ എടുക്കുന്ന മുണ്ടുടുത്തു, പുഴയിലിറങ്ങി കുളിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഉണങ്ങിയ മുണ്ട് മാറ്റാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ വെച്ച പാറപ്പുറത്തേക്ക് ഇങ്ങനെ വന്നപ്പോ ആ പാറ തുണിയും കൊണ്ടങ്ങ് ഓടി. മൂസാ നബി അതിന്റെ പിന്നാലെ ഓടി. അത് അങ്ങാടി ചെന്നിട്ടാണ് നിന്നു. അപ്പോ ജനങ്ങളൊക്കെ മൂസാ നബി അലൈഹി സ്വലാം അതുവരെ ഓടിയല്ലോ ഇതിന്റെ പിന്നാലെ.
അപ്പൊ ജനങ്ങളൊക്കെ കണ്ടു മൂസ നബിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമില്ല. ഇവരെന്താ പറഞ്ഞിരുന്നത്? മൂസ നബി അലൈഹി ഇസ്ലാമിന് ഏത് ചെയ്തിട്ടുണ്ട്? വൃഷ്ണം തടിച്ചിട്ടുണ്ട്, പാനിയാണ് എന്നാണ് ഇവർ പറഞ്ഞുണ്ടാക്കിയത്. ഇതാ രഹസ്യ രോഗം. അപ്പൊ എന്ത് ചെയ്തു? നനഞ്ഞ മുണ്ടു ഉടുത്തിട്ട് അങ്ങാടി വരെ ഓടിയപ്പോ, കാരണം അങ്ങനെ ഒരു രോഗം ഉണ്ടെങ്കിൽ, പിടുത്തം വിട്ട രൂപത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് വൃഷ്ണം തടിച്ചിട്ടുണ്ടെങ്കിൽ, പാനി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു രോഗമാണ്, അത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന സംഗതിയല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഗതിയുണ്ടെങ്കിൽ അത് നനഞ്ഞ തുണിയുടുത്താൽ കാണാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഉണ്ടോ ഇല്ലേ എന്നത് അതവിടെ ബോധ്യപ്പെട്ടു. അല്ലാതെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാം അതിനുവേണ്ടി തുണി പാട ഉരിഞ്ഞ് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് കാണാം, വകാന സൗബുഹു മുബ്തല്ലൻ, വകാന സൗബുഹു മുബ്തല്ലൻ, വസ്ത്രം നനഞ്ഞതായിരുന്നു, അതുകൊണ്ട് ശരീരത്തോട് അത് മുൽത്തസിഖായിരുന്നു, ഒട്ടി നിന്നിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു രോഗം ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പോ തുണി ഉടുത്തില്ല എന്നല്ല അതിനർത്ഥം വെക്കേണ്ടത്, മറിച്ച് കുളിക്കുമ്പോൾ ഉടുത്ത മുണ്ടുടുത്തിട്ടുണ്ട്, പക്ഷേ ഉണങ്ങിയ തുണി ഉടുക്കാതെ ഇവരുടെ മുമ്പിലേക്ക് എത്തി എന്നാണ്. ബഹുമാനപ്പെട്ട മൂസ നബിയെ അല്ലാഹു തആല പരിശുദ്ധനായി പ്രഖ്യാപിച്ചു, ഒരു കുഴപ്പമില്ല എന്ന് തെളിയിച്ചു കൊടുത്തു. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിനെ മൂക്ക് കൊണ്ട് കല്ലെടുപ്പിച്ചിരുന്ന ഒരു വർഗം സഹിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മോഡലാണ്. അതുകൊണ്ടത് പറഞ്ഞു. അതുകൊണ്ടല്ലേ ഒരു സമയത്ത് സ്വഹാബത്ത് വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ എന്തിനിത്രത്തോളം സഹിക്കണം? ഇനിയും സഹിക്കണോ തങ്ങളെ? തങ്ങളൊന്ന് രണ്ട് കയ്യും മലർത്തി പടച്ചോനോട് ദുആ ചെയ്താൽ ഈ ശത്രുക്കളെയൊക്കെ അല്ലാഹു ഒടുക്കിക്കളയൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ ഒരു വാക്കുണ്ട്, വല്ലാഹി ലഖദ് ഊദിയ അഖീ മൂസ അക്തറ മിൻ ഹാദാ ഫസബർ. എന്റെ കൂട്ടുകാരൻ, എന്റെ ജ്യേഷ്ഠ സഹോദരൻ മൂസ ഇതിലേറെ പീഡിപ്പിക്കപ്പെട്ടിട്ട് ആൺകുട്ടിയെ പോലെ ക്ഷമിക്കുകയാണ് എന്റെ മൂസ ചെയ്തത്. അതുകൊണ്ട് പാവപ്പെട്ട ഞാനും ക്ഷമിക്കാൻ ബാധ്യസ്ഥനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ പാഠം കിട്ടാനാണ് 6-ാം ആകാശത്ത് വെച്ച് മൂസ നബി അലൈഹി സ്വലാമിനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് 7-ാം ആകാശത്ത് വെച്ച് കാണുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം. അവിടുന്ന് മില്ലത്തിന്റെ ഉടമയാണ്. നമ്മുടെ മതം, നമ്മുടെ സരണി അത് ഇബ്രാഹിമി മില്ലത്താണ്. കഴിഞ്ഞില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബി തങ്ങളുടെ വല്ലിപ്പയാണ്. നബി തങ്ങൾ വാപ്പാന്ന് വിളിച്ചിരുന്ന വല്ലിപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ എന്ന കുട്ടിയിലൂടെ ഇങ്ങനെ പിറകോട്ട് പോന്നാൽ സ്വാലിഹീങ്ങളായ കുറെ മക്കൾ ഉണ്ടാകും. ഇബ്രാഹിം, ഇസ്മായിൽ, പിന്നെ നബിയായിട്ട് വരുന്ന മകൻ അത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. അബ്ദുൽ മുത്തലിബിലെത്തി, അബ്ദുള്ളയിലെത്തി, മുഹമ്മദുർ റസൂലുള്ളാഹി, ഇങ്ങനെ അങ്ങോട്ട് വരും. അതിന്റെ ഇടയിൽ ധാരാളം ഉണ്ട്, ആയിരക്കണക്കിന് ആളുകൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ വരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. അതേസമയം അപ്പുറത്ത് വേറൊരു കുട്ടിയുണ്ടായിരുന്നു, ഇസ്ഹാഖ്. ആ കുട്ടിയുടെ മകൻ യാക്കൂബ് എന്ന നബിയാണ്. ആ യാക്കൂബിന്റെ മകൻ യൂസുഫ് നബിയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിലാണ് നമ്മൾക്ക് പരിചയമുള്ള മുഴുവൻ നബിമാരും കടന്നു വന്നിട്ടുള്ളത്. യൂസുഫും മൂസയും ഈസയും സുലൈമാനും ദാവൂദും ഒക്കെ ആ പരമ്പരയിലാണുള്ളത് അലൈഹിമുസ്സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 7-ാം ആകാശവും കഴിഞ്ഞ് പിന്നെയും മേലോട്ട് പോയി അല്ലാഹുവിനെയും കണ്ട് തിരിച്ചു വന്നു ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ പാത എന്ന് പറഞ്ഞത് മഹാന്മാരുടെ റൂട്ട്. നോക്കൂ, നിങ്ങൾ ഓരോരുത്തരും ഓരോ ശൈലികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ശൈലിയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവാഹിച്ചെടുത്തത്. അതിലേക്കാണ് ജനങ്ങളെ വിളിച്ചത്. അതാണ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. വേറെ കുറെ ഭാഗങ്ങളിലൂടെ വിശദീകരണം കടന്നു പോകേണ്ടതാണ്. മനഃപൂർവം ഇന്ന് ഒരു മേറാജ് രാവായതുകൊണ്ട് എന്തായാലും ഒരു യാസീൻ ഓതി ദ്വാരക്കണം. ആ ഇസ്രാ മിറാജിനെ പറ്റി പറഞ്ഞിട്ടാണ് ചെയ്യുകയാണെങ്കിൽ അതിന് വല്ലാത്തൊരു ബഹുമാനം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ടാണ്, അത് പറയാൻ ഒരു അവസരവും കൂടെ ആക്കിയിട്ടാണ് ഈ സംഗതികളൊക്കെ പറഞ്ഞത് അവസാനിപ്പിക്കുന്നു. ഒറ്റ കാര്യം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ് മഹാന്മാർ.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയാൻ അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത് നിർത്തുക. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിനിരയായവരുടെ റൂട്ടിലേക്കല്ല, വലദ്ദാല്ലീൻ, പിഴച്ച ഒരൊറ്റ കക്ഷികളുടെ റൂട്ടിലേക്കുമല്ല അല്ലാഹുവേ ഞങ്ങളെ എത്തിക്കേണ്ടത്. ആമീൻ. ഇവരുടെ പാതയൊന്നുമല്ലാത്ത അതിന് ഘടകവിരുദ്ധമായ പാത. അങ്ങനെയാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം. അതിനാ ഗൈറ് പറഞ്ഞത്. ലൽ മഗ്ദൂബി അലൈഹിം എന്നാണെങ്കിൽ അവരുടെ പാതയിലേക്ക് അല്ലാതെ അർത്ഥമുള്ളൂ. അതല്ല, അവരുടെ പാതക്ക് തീർത്തും വിരുദ്ധമായ പാതയിലേക്ക്. അതാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നതാണ്. ലൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അതാണ് അവിടെ ഒഴുക്ക്. അല്ലെ, വേഗം പറഞ്ഞാൽ അങ്ങനെ പറയാം. പക്ഷെ ഗൈരി എന്ന് തന്നെ പ്രയോഗിക്കാൻ കാരണം ഈ അള്ളാഹുവിന്റെ കോപത്തിനിരയായവരും പിഴച്ചുപോയവരുമായ ടീമിന്റെ പാർട്ടിയോട് എതിരായ പാർട്ടിയിലാണ് ഞങ്ങളെ ചേർക്കേണ്ടത്. മുഗായറത്ത്, ഗൈർ, ഇത് അതിനാണ് പഠിപ്പിച്ചത് എന്ന് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാം. അപ്പൊ സുന്നത്ത് ജമാഅത്ത് ഒന്നേ ഉള്ളൂ, അത് ഹഖായ, അതാണ് ഹഖ്. സുന്നത്ത് ജമാഅത്ത് അതാണ് ഹഖ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സുന്നികളായി ജീവിക്കണം, സുന്നികളായി ജീവിക്കണം. സുന്നത്തി ജമാഅത്ത് മാത്രമാണ് ഹഖുള്ളത്. അങ്ങോട്ട് നമ്മൾ വരണം. അതിനെന്ത് ചെയ്യണം? ഹബീബായ നബി തങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും മഹബത്ത് വെക്കാനും പഠിക്കണം. നമുക്ക് എന്തറിയാം? ഞാൻ ഒരൊറ്റ സംഭവം പറഞ്ഞു ചുരുക്കാം. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി, സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്ന് ജുമുഅക്ക് ശേഷം എന്റെ പള്ളിയിൽ ഖുതുബ നിർവഹിച്ചതിന്റെ ശേഷം എന്റെ നാട്ടിലെ പള്ളിയിൽ ഖുതുബ നിർവഹിച്ച ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, പലരും എന്നോട് പറഞ്ഞു, വല്ലാത്ത ഹൃദയസ്പൃക്കായ ഒരു സംഭവം, മുത്തുനബിയോട് വല്ലാത്ത മഹബത്ത് തോന്നിപ്പോയി. എന്താ കാരണം? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ വർണ്ണിക്കുകയാണ്. ഒരു ദിവസം ഹസനുൽ ബസരി തന്റെ ശിഷ്യന്മാർക്ക് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ലിബാസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഹബീബ് എങ്ങനെയാ വസ്ത്രം ധരിക്കല് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഹബീബ് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കല് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഹബീബിന്റെ കണ്ണിന്റെ, നബിതങ്ങളുടെ കയ്യിന്റെ, നബിതങ്ങളുടെ മൂക്കിന്റെ, നബിതങ്ങളുടെ നെറ്റിയുടെ ഓരോ അവയവങ്ങളുടെയും വർണ്ണനകൾ ഇങ്ങനെ നടത്തി നടത്തി ഹത്താ വസല ഇലാ നഅ്ലിഹി, മുത്തുനബിയുടെ ചെരുപ്പിലേക്കെത്തി. ഹബീബിന്റെ ചെരുപ്പിനെ പറ്റിയാണ് പിന്നെ പറയുന്നത്. ആ ഹബീബിന്റെ ചെരുപ്പിനെ പറ്റി പറയാനായപ്പോഴേക്ക് വസക്കത്ത ഖലീലാ, ഹസനുൽ ബസരി കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. എന്നിട്ട് സുമ്മ ഖാല ബികർബിൻ, വേദന അടക്കി പിടിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടെ ഹസനുൽ ബസരി പറയാണ്, ഇനി ചെരുപ്പാലേ പറയാനുള്ളത്. ആ ചെരുപ്പ് ഒരു മഹാസംഭവമാണ് മക്കളെ. നിങ്ങളോട് എങ്ങനെ ഞാൻ പറയും ആ ചെരുപ്പിനെ പറ്റി? കാനലഹു നഅ്ലുൻ നഅ്ലു ബിദിക്രിഹി, കാനലഹു നഅ്ലുൻ നഅ്ലു ബിദിക്രിഹി. നബിതങ്ങൾക്കൊരു ചെരുപ്പുണ്ടായിരുന്നു. ആ ചെരുപ്പിനെ പറ്റി പറഞ്ഞാൽ തന്നെ നഅ്ലു, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പൊങ്ങും. കാനലഹു നഅ്ലുൻ നഅ്ലു ബിദിക്രിഹി, നഅ്ലുൻ നഅ്ലു ബിദിക്രിഹി. അറബി ശബ്ദങ്ങളുടെയൊക്കെ സൗന്ദര്യം ഉൾക്കൊള്ളാൻ ഉസ്താദുമാർക്കേ കഴിയുള്ളൂ സസിലുള്ള. കാരണം എന്താ? ആദ്യം പറഞ്ഞ നഅ്ലു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചെരുപ്പ് എന്നാ, അത് നൗണാണ്, നാമാണ്. അതേസമയം രണ്ടാമത് പറഞ്ഞ നഅ്ലു, നമ്മൾ ഉയരും ബിദിക്രിഹി, അത് ക്രിയയാണ്, ഫിഅലാണ്, വെർബാണ്. നഅ്ലു ബിദിക്രിഹി, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെറുതെ ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ ഉഷാറാകും. ആ ചെരുപ്പിനെ പറ്റി പറഞ്ഞാൽ തന്നെ നമ്മൾ ഉഷാറാവും. കാനലഹു നഅ്ലുൻ നഅ്ലു ബിദിക്രിഹി. അപ്പൊ ഒരു ശിഷ്യൻ എഴുന്നേറ്റിട്ട് ചോദിച്ചു, കൈഫ നഅ്ലു ബിദിക്രിഹി, കൈഫ നഅ്ലു ബിദിക്രി നഅ്ലിഹി യാ ഉസ്താദ്. ഉസ്താദേ, റസൂലുള്ളാഹിന്റെ ചെരുപ്പിനെ പറ്റി പറയുന്നോണ്ട് നമുക്ക് എങ്ങനെയാ ഉയർച്ച കിട്ടുക? ചെരുപ്പിനെ പറ്റി പറയുമ്പോഴേക്ക് നമ്മൾ ഉയരുമോ? ഓ ഉയരും, ഉയരും. എന്നിട്ട് പറഞ്ഞു, മോനെ, ആ ചെരുപ്പിനെ പറ്റി നീ എന്താ കരുതിയത്? എന്തുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്നറിയോ? ആ ചെരുപ്പിന്റെ മഹത്വം എത്രയാണ്. ആ ചെരുപ്പാകാൻ പറ്റിയിരുന്നെങ്കിൽ, ആ ചെരുപ്പൊന്ന് പൊക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ജയിക്കൂലേ? ഉറപ്പ് തന്നെയല്ലേ? എന്താ കാരണം? ആ ചെരുപ്പിന്റെ മഹത്വം ലം യുഅ്മർ സാഹിബുഹു ബിഖൽഇഹി ഹത്താ ഫിസ് സമാവാതിൽ ഉലാ ലൈലത്തുൽ മിഅ്റാജ്. മേറാജിന്റെ അന്ന് വാനലോകത്ത് അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്ന റസൂലുള്ളാഹി ആ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഒരൊറ്റ സ്ഥലത്തേക്ക് കടക്കുമ്പോ ചെരുപ്പ് ഊരണം എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ കാണുന്നില്ല. അതേസമയം മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹ് അഭിമുഖ സംഭാഷണത്തിന് വിളിച്ചു. എങ്ങോട്ട്? തുവാ തായ്വരയിലേക്ക്. സൂറത്തു താഹയിലാണെന്ന് എന്റെ ഓർമ്മ.
തുവാ തായ്വരയിലേക്ക് വിളിച്ചു. അല്ലാഹ് പറഞ്ഞു ഫഖ്ലഅന അലൈക യാ മൂസാ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. അല്ലയോ മൂസ, ഈ നിങ്ങൾ ചെരുപ്പിടരുത്. നമ്മൾ മക്ബറയൊക്കെ എല്ലുമുണ്ടല്ലോ, ചെരുപ്പ് അയച്ചിട്ടിട്ട് പിന്നെ അങ്ങനെ നടക്കും. ഏർവാടിയിലൊക്കെ ഉണ്ടാകും, കുറെ സ്ഥലത്ത് ചെരുപ്പിടാതെ അങ്ങനെ പോകും ബഹുമാനം കൊണ്ട്. ഇനി നിങ്ങൾ കടക്കാൻ പോണ ഭൂമി കുറച്ച് മഹത്തായ ഭൂമിയാണ്, ചെരുപ്പ് അപ്പുറത്ത് ഊരി വെക്കുക. ഇനി പോകുന്നത് തുവാ തായ്വരയിലേക്കാണ്, ഊരി വെക്കണം. ഇങ്ങനെ ഒരു അനുഭവം റസൂലുള്ളാഹിനോട് പറഞ്ഞത് കാണുന്നില്ല. അപ്പൊ ആ ചെരുപ്പിന്റെ മഹത്വം എത്രയാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇക്കോലത്തിൽ ഇത് ഉൾക്കൊണ്ടത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ള ചെരുപ്പ് എവിടെ ഊരി വെച്ചാലും അതിന് ഖിദ്മത്ത് ചെയ്യാൻ ഓടി വരുന്ന ഒരു മഹാനുണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ നടക്കും. ചിലപ്പോൾ അത് കഴുത്തിൽ കെട്ടി തൂക്കും, അധിക സമയത്തും കഴുത്തിൽ ഇങ്ങനെ ഇടും. അപ്പൊ മുനാഫിക്കീങ്ങൾ പറഞ്ഞു, അന്നുണ്ടല്ലോ മുനാഫിക്കീങ്ങൾ, അന്നുണ്ട്, എന്നും ഉണ്ടാവും ചെയ്യും. അതതിന്റെ ഒരു കോലാണ്. മുനാഫിക്കീങ്ങൾ അന്നുണ്ട്. റസൂലുള്ളാഹിനെ പറ്റി മതിപ്പില്ലാത്ത വർത്താനായി മുനാഫിക്കീങ്ങൾ പറയാം. കാരണം അവർക്ക് റസൂലുള്ളാഹിയാണെന്ന് വിശ്വാസമില്ലല്ലോ ഉള്ളിൽ. അപ്പൊ ഇവര് പറഞ്ഞു, എന്താ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ കോലം കണ്ടില്ലേ, പട്ടിന്റെ മാതിരിയാണ്. പട്ടിയൊക്കല്ലേ കഴുത്തിൽ വട ഉണ്ടാകുക, വടം കെട്ടി ഇങ്ങനെ നടക്കുന്നത് പോലെ മുഹമ്മദിന്റെ ചെരുപ്പ് എപ്പോഴും കഴുത്തിൽ കെട്ടി തൂക്കി നടക്കുകയാണ്. ഈ ഫിത്ന പറച്ചിൽ ആര് കേട്ടു? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കേട്ടു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, മക്കളെ, നിങ്ങൾ എന്നെ പറ്റി ഏഷണി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ പറ്റി പരദൂഷണം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ നിങ്ങൾ പറഞ്ഞത്? ഞാൻ വടം നടക്കുന്ന പട്ടിയാണ്. റസൂലുള്ളാഹിന്റെ ചെരുപ്പ് കഴുത്തിലിട്ടതിന് നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞു, എന്നെ പട്ടി എന്ന് വിളിച്ചിട്ടുണ്ട്. എനിക്ക് പരാതിയില്ല മക്കളെ, മതി മതി, ഞാൻ പട്ടിയായാൽ മതി. പക്ഷേ നിങ്ങൾ പറഞ്ഞത് കേവലം പട്ടിയല്ല കേട്ടോ, ഞാൻ എന്റെ ഹബീബിന്റെ വീട്ടിലെ കാവൽ പട്ടിയാണ്. ഞാൻ എന്റെ ഹബീബിന്റെ വീട്ടിലെ കാവൽ പട്ടിയാണെങ്കിൽ ആ പട്ടിയായാൽ മതി, എനിക്ക് എന്റെ ഹബീബിന്റെ വീട്ടിലെ കാവൽ പട്ടിയായാൽ മതി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഈ വാക്കുകളൊക്കെ തലക്കു പിടിച്ചിട്ടാണ് യൂസുഫ് നബ്ഹാനി പറഞ്ഞത്, സഈദ് ഇബ്നു മസ്ഊദിൻ ബിഖിദ്മതി നഅലിഹി وأنا السعيد بخدمتي لمثالها. എന്താ പറഞ്ഞത്? സഈദ് ഇബ്നു മസ്ഊദ് നേടാനുള്ളതൊക്കെ നേടി, ഇബ്നു മസ്ഊദ് ജയിക്കാനുള്ളിടത്തോളം ജയിച്ചു. ബിഖിദ്മതി നഅലിഹി, നബി തങ്ങളുടെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്തിട്ട്, നബി തങ്ങളുടെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്തിട്ട് ആ ചെരുപ്പ് അങ്ങോട്ട് എടുത്തു വെച്ച് ഇങ്ങോട്ട് എടുത്തു വെച്ച് അത് കൊണ്ട് നടന്ന് ഇബ്നു മസ്ഊദ് നേടാനുള്ളതൊക്കെ നേടി. വഅന സഈദു ബിഖിദ്മതി ലിമിസാലിഹാ, ആ ചെരുപ്പ് കിട്ടുമെങ്കിൽ ഞാനത് തലയിൽ വെച്ച് കൊണ്ട് നടക്കുമായിരുന്നു. യൂസുഫ് നബ്ഹാനി പറയാൻ, പക്ഷേ ആ ചെരുപ്പ് കിട്ടാത്തത് കൊണ്ട് ഞാൻ അതിന്റെ സങ്കടം തീർക്കാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? വഅന സഈദു ബിഖിദ്മതി ലിമിസാലിഹാ, ഞാൻ അതിന്റെ രൂപം എങ്ങനെയാണ് എന്ന് കിതാബുകളിൽ കണ്ടിട്ടുണ്ട്, മഹാന്മാരുടെ വാചകങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ അതിന്റെ രൂപമുണ്ടാക്കുന്നു. രൂപമുണ്ടാക്കിയിട്ട് ആ ചെരുപ്പിന്റെ രൂപമുണ്ടാക്കിയിട്ട് അതിനെ ബഹുമാനിച്ച് രക്ഷപ്പെടാൻ പറ്റോ നോക്കട്ടെ ഈ പാവപ്പെട്ട യൂസുഫ് എന്ന് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളെ ഇവരൊക്കെ ആദരിക്കാൻ പഠിച്ചത് എങ്ങനെയാണ്? എന്നാൽ നമ്മളെ കൂട്ടത്തിലുള്ളോലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതിനെയൊക്കെ നിന്ദിക്കുന്ന അവസ്ഥ. അല്ലാഹു കാക്കട്ടെ. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അന്തത്തുലുഴു ആദ്യൻസല്ല, അത് കഴിഞ്ഞിട്ട് യാസീൻ ഓതിയിട്ട് ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തീൻ ഓതിയിട്ട് ദുആ ചെയ്ത് അങ്ങ് പിരിയാം ഇൻഷാ അല്ലാഹ്. ആമീൻ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ എന്നാണ്. വലല്ലാലീൻ അതിൽ ഔദ്യോഗിക ആയത്തല്ല ആമീൻ. വലല്ലാലീൻ കഴിഞ്ഞ ആമീൻ പറയൽ സുന്നത്തുണ്ട്, ഖുർആനിൽ പെട്ടതല്ല. അതിന് എന്തായാലും പ്രാർത്ഥന, കൂട്ട പ്രാർത്ഥന, ഒരു ചെറിയ ഒരു പരാമർശം എന്തായാലും നാളെ വരും. ആ വരുന്ന കൂട്ടത്തിൽ അത് പറയാം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ബുദ്ധിമുട്ടിക്കൂല, കാരണം എന്നെ പറ്റി നിങ്ങൾക്ക് അറിയാം, വേഗം പരിപാടി കഴിച്ചു വിടും. പക്ഷെ ഉള്ളതിന് ആത്മാർത്ഥമായ ആമീൻ പറയണം എല്ലാവരും. بل وأشرف منه يا سيدي خير النبي الصلاة على النبي
والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي